السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير، وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي، ومن شر كل دابة أنت آخذ بناصيتها. إن ربي على صراط مستقيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله، أرسله بالهدى ودين الحق بشيرا ونذيرا، وداعيا إلى الله بإذنه وسراجا منيرا، ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الأمين الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. بلغ العلا بكماله، كشف الدجى بجماله، حسنت جميع خصاله. صلوا عليه وآله. اللهم صل. يا صاحب الوقت جبهتي تحت نعالكم، أعظ بحكم نيابة عنكم. يا صاحب البغداد كل حاضري، يا مطلب الحاجات
عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خجا سنجدي يا صاحب المدبور كل حافظي يا مطلب الحاجات سيم الولي. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ നമ്മുടെ മുദരിസ് ഉസ്താദ് മുനീർ സഖാഫി, ഉദ്ഘാടനം ചെയ്ത ഫൈലി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, ജമാഅത്ത് കമ്മിറ്റിയുടെ ആദരണീയരായ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനം നിറഞ്ഞ രക്ഷിതാക്കളെ, യുവസുഹൃത്തുക്കളെ, കരളിൻ്റെ കഷ്ണങ്ങളായ മുഅല്ലിം മുതഅല്ലിം സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അല്ലാഹു ജല്ല ജലാലു മഹത്തായ ദിക്ർ ഹൽഖയുടെ വാർഷിക സദസ്സിൽ, അതുമായി ബന്ധപ്പെട്ടൊരുക്കിയ ഇൽമിന്റെ മജ്ലിസിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി ഈ സദസ്സിനെ അല്ലാഹു ഏറ്റെടുക്കട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബം, കൂട്ടുകാർ, സ്നേഹജനങ്ങൾ, 35 വർഷമായി നടന്നു വരുന്ന മഹത്തായ ദിക്ർ ഹൽഖ അന്ന് തുടങ്ങിയതു മുതൽ ഇന്നുവരെ ഇതിൻ്റെ സഹകാരികൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ മഹല്ല്, ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളും അല്ലാഹുവേ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. മുന്നേ നടന്നുപോയ, നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മൂമിനീങ്ങൾ, ഈ നാട്ടിൽ മറവിട്ട് കിടക്കുന്ന സ്വാലിഹീങ്ങൾ, മൂമിനാത്തുകൾ, നമ്മയെല്ലാം അവരെയും ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. നിന്റെ കത്തിക്കാളുന്ന നരകത്തെ തൊട്ട് ഞങ്ങളെയും അവരെയും നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. അർഹമുർ റഹീമേ, ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകി മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമ ചൊല്ലി നീ ഞങ്ങളെ മരിപ്പിക്കണം അല്ലാഹ്. റബ്ബേ, ലോകത്ത് നീ എല്ലായിടങ്ങളിലും, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾക്ക് നീ നല്ല സമാധാനം, ശാന്തി, സുരക്ഷ, ഇസ്സത്ത്, റാഹത്ത്, സന്തോഷം നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് 35 വർഷമായി എല്ലാ മാസവും മുറിയാതെ നടന്നു വരുന്ന ദിക്റിന്റെ ഹൽഖ. ദിക്ർ എന്ന് പറയുമ്പോൾ 1000 ദിക്ർ ചൊല്ലുന്ന മജ്ലിസുകൾ ഇപ്പോൾ വളരെ കുറവാണ്. ബൈത്തെല്ലാം ഇങ്ങനെ ചൊല്ലുന്ന, ബുർദെല്ലാം ചൊല്ലുന്ന സ്ഥലങ്ങളുണ്ട്. അതിലൊരു ആനന്ദം കൂടി കേൾക്കുന്ന ആളുകൾക്ക് ബുർദ ആസ്വാദനം എന്നാ കൊടുക്കുക, ആസ്വദിക്കലുണ്ട്. 1000 ദിക്ർ ചൊല്ലുന്നിടത്ത് ഒരു ആസ്വാദനം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് ആത്മീയമായ ഒരു ആസ്വാദനമാണ്. മറ്റത് മോശമാണെന്നല്ല, അത് മുത്തുനബിന്റെ മദ്ഹാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1000 ദിക്ർ ഒരാൾ ഇരുന്ന് ചൊല്ലണമെങ്കിൽ ചെറിയ ഒരു ക്ഷമയൊന്നും പോരാന്ന് എൻ്റെ അഭിപ്രായം. ഒരു 100 ദിക്റാകുമ്പോഴേക്ക് തന്നെ തസ്ബീഹ് മാല മറിക്കണ ഉസ്താദിന്റെ കയ്യിലേക്ക് ഇങ്ങനെ നോക്കും, അല്ലാഹ് ഇതിൽ വഖഫ് ആവുമായിരിക്കും. 200 ആകുമ്പോഴേക്ക് വയറുമെല്ലാം തടകാൻ തുടങ്ങും.
ഒരു 300 മെല്ലെ ഫോണ് കയ്യിൽ പിടിച്ച് വെറുതെ ഒന്ന് നോക്കി ആരോ ഫോൺ വിളിക്കുന്നു എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ വരുത്തിച്ച് സദസ്സിന്ന് മെല്ലെ എഴുന്നേറ്റ് പോകും. സാധാരണ കാണുന്നൊരവസ്ഥ പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട സയ്യിദി ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉസ്താദായിരിക്കുമല്ലോ പഴയ അന്ന് തന്നെ ഇത് തുടങ്ങുമ്പോണ്ടായ ഒരു നേതൃത്വം അല്ലേ. ഇന്ന് ഉസ്താദ് തന്നെ അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ എല്ലാ ഉലമാക്കൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പൊ ആ നേതൃത്വത്തിൽ നമ്മൾ ഇങ്ങനെ ചൊല്ലി വരികയാണ്. ഒരു മടുപ്പില്ലാതെ 1000 ദിക്ർ ചൊല്ലുക എന്ന് പറയുന്നത്, ഞാൻ കുറെ വർഷങ്ങൾക്ക് മുൻപ് മലേഷ്യയിൽ പോയി. അവിടെ കോലാലംപൂരിന്റെ ഉൾഭാഗത്ത് ഒരു സ്ഥലത്ത് ദിക്ർ ഹൽക്കയുണ്ട്, നിങ്ങൾ പ്രസംഗിക്കാൻ വരണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വേദന പോയി. ആ സ്ഥലത്തിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, കുറച്ച് വർഷമായി, ഒരു 10-16 വർഷം മുൻപാണ്. അവിടെ പോയി നോക്കുമ്പോൾ ഇശാ നിസ്കരിച്ചിട്ടാണ് ദിക്ർ ഹൽക്ക തുടങ്ങിയത്. സംഗതി പഴയ കാലത്ത് മലപ്പുറത്തുനിന്നും മറ്റൊക്കെ പോയി അവിടെ താമസിച്ച് അവിടെ സിറ്റിസനായി അവര് മാത്രമേ മലയാളികളായിട്ടുള്ളൂ. അവരെ മക്കളും ഒക്കെ മലായിക്കാരാ. പലരുടെയും ഉപ്പ തന്നെ മരിച്ചിട്ട് മക്കളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അത്രയും വർഷങ്ങൾക്ക് മുൻപേ പോയി അവിടെ സെറ്റിലായ ടീമുകളാണ് അവിടെ ഉള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നൊരു 100 നൂറ്റാണ്ട് മുൻപ് പോയ ആളുകൾ അവിടെ ഇശാ നിസ്കാരത്തിന് ശേഷം 1000 ദിക്റാണ്. ഈ 1000 ദിക്ർ ഉള്ളത് കൊണ്ട് ഞാൻ ഓർമ്മിച്ചു പോയതാണ്. 1000 ദിക്ർ ഒരു മടുപ്പുമില്ലാതെ ആ പള്ളിയിൽ ഇരുന്നിട്ട് ആളുകൾ ചൊല്ലുകയാണ്. ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഒക്കെ നല്ല റാഹത്തില് 1000 ദിക്ർ. ഞാൻ പറഞ്ഞത് നമ്മളടുത്ത് 1000 ദിക്ർ ചെല്ലണമെങ്കിലും മരിച്ച പേർക്ക് എല്ലാവരും വിളിച്ചിട്ട് 1000 ദിക്ർ ചെല്ലണമെന്ന് പറയണം. അല്ലാതെ സ്ഥലങ്ങളിൽ കാണൽ അപൂർവമാണെന്ന് ഞാൻ പറഞ്ഞത്. അല്ലാഹു ദിക്റിൽ നമുക്ക് ലദ്ദത്ത് നൽകട്ടെ. അഫ്ളലു ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജീവിതത്തിൽ അത് ധാരാളം പതിവാക്കാനും മരിക്കുമ്പോൾ അഫ്ളലു ദിക്റു ചൊല്ലി മരിക്കാനും, നാളെ മഹ്ശറയിൽ ദാക്കിരീങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാനും സയ്യിദുൽ ദാക്കിരീനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കർണാടകയുടെ ഒരു മൂലയാണിത്. അത് കേരളത്തിനോട് മുട്ടി നിൽക്കുന്ന സ്ഥലം. തലപ്പാടി കഴിഞ്ഞാൽ നാളെ ഇലക്ഷനാണ്. നാളെ പഞ്ചായത്ത് ഇലക്ഷനാണ് ഞങ്ങളൊക്കെ നാട്ടിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ നാട്ടിൽ ഇന്ന് നിശബ്ദ പ്രചരണമാണ്. എന്ന് പറഞ്ഞാൽ ഇന്നലെ കൊട്ടിക്കലാശമെല്ലാം കഴിഞ്ഞു, ബഹളങ്ങളെല്ലാം കഴിഞ്ഞു. ഇന്ന് സ്ഥാനാർത്ഥികളും അവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ രഹസ്യമായി സ്വകാര്യമായി വീടുകൾ കയറി വോട്ട് പിടിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഞാൻ രാഷ്ട്രീയം പറയാൻ വേണ്ടി പറഞ്ഞല്ല. പക്ഷെ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ സ്ഥാനാർത്ഥികൾ നിർണയിക്കാൻ എനിക്ക് ഒരു സീറ്റ് കിട്ടണം എന്ന നിലക്ക് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ താല്പര്യം ഉണ്ടാവുമല്ലോ. അതൊരു മോശം സംഗതിയാണ് എന്നല്ല ഞാൻ പറയണത്. ആരും ഇലക്ഷന് മത്സരിച്ചിട്ടൊക്കെ പിന്നെ നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് മെമ്പർ വേണ്ടേ? ഇപ്പൊ സ്ഥാനാർത്ഥി എന്നതിൻ്റെ ഒരു പേരാണ്. സ്ഥാനത്തിനെ അർത്ഥിക്കുന്ന ആള് എന്നതിന് അർത്ഥമുണ്ട്. എന്നാൽ പോലും അതിപ്പോ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല. അപ്പൊ ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടി പാർട്ടിയുടെ ആളുകളോട് എന്റെ പേര് നിർദ്ദേശിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ടാവും. തെറ്റായ സംഗതിയായിട്ട് ഞാൻ അവതരിപ്പിക്കുകയല്ല. സ്ഥാനത്തെ ആഗ്രഹിക്കരുത് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതേ സമയത്ത് സ്ഥാനം നമുക്ക് വന്നു ചേരുകയാണെങ്കിൽ അതിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. നല്ല നിയത്തോടെ പ്രവർത്തിക്കണം. നമ്മുടെ ഇന്നത്തെ ഇലക്ഷൻ സംവിധാനം അനുസരിച്ചിട്ട് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കൂല, എന്നെ ആരെങ്കിലും തെരഞ്ഞെടുത്താൽ പോകാന്ന് പറഞ്ഞാൽ നമ്മളെ ഇലക്ഷനിൽ മത്സരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സ്ഥാനാർത്ഥി ആകെ തന്നെ വേണം. ഞാൻ പറഞ്ഞത് അന്ന് മുതൽ നമ്മൾ പരിശ്രമിക്കാൻ തുടങ്ങി. പിന്നെ ഇലക്ഷനില് ഒരു സ്ഥാനാർത്ഥി, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ടു. വിജയിക്കുന്ന ആളായെങ്കിലും പരാജയപ്പെടുന്ന ആളാണെങ്കിലും
അയാൾ എന്തൊരു അധ്വാനമാണ് 1-2 മാസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില സ്ഥലത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടാവും, അയാൾക്ക് പാർട്ടിയൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ അയാളെ പെണ്ണുങ്ങളെ വോട്ട് വരെ കിട്ടുകയും ചെയ്യൂല. എന്നാലും മൂപ്പര് ഭയങ്കര ഉഷാറായിട്ട് പ്രവർത്തിക്കും, എല്ലാവരോടും പുഞ്ചിരിക്കും. അതാണൊരു പ്രത്യേകത. ഞാൻ പറഞ്ഞില്ല, ഞാൻ രാഷ്ട്രീയം പറയാൻ വേണ്ടി പറഞ്ഞു, എനിക്ക് എൻ്റെ ആത്മീയതയാ പറയേണ്ടത്. ഈ ഇലക്ഷൻ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 മാസം കൂടുമ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടാവല് നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തുകൊണ്ട്? നല്ല സൗഹൃദമാണ്, എല്ലാവരും പുഞ്ചിരിക്കാൻ, ദേഷ്യം പിടിക്കണില്ല. ഒരു കവളത്ത് അടിച്ചാൽ മറ്റേ കവളും കൂടെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ എത്ര ചീത്ത കേട്ടാലും സ്ഥാനാർത്ഥിയും കൂടെ ഉള്ളവരും സഹിക്കും, ക്ഷമിക്കും, പൊരുത്തപ്പെടും, പുഞ്ചിരിച്ചുകൊണ്ട് അത് കേൾക്കും. നിങ്ങളുടെ നാട്ടൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. കർണാടകയിലും പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ പൊതുവെ ഈ പഞ്ചായത്ത് ഇലക്ഷനുണ്ട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു സ്ഥാനാർത്ഥി ഇപ്പുറത്തെ വീട്ടിലുള്ള ആളായിരിക്കും. പാർലമെന്റിലും നിയമസഭയിലുള്ള ഇലക്ഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിനെ നമുക്ക് അറിയുന്നില്ല, അയാൾ എപ്പോഴെങ്കിലും വന്നാൽ പോന്നാളാണ്. ഇതങ്ങനെയല്ല. പഞ്ചായത്ത് ഇലക്ഷൻ എന്നാൽ ഒരു വാർഡിലുള്ള സ്ഥാനാർത്ഥി ഒന്നുകിൽ നമ്മളെ വലത്തേ ഭാഗത്തെ വീട്ടിൽ താമസിക്കുന്ന ആളായിരിക്കും, മറ്റേ പാർട്ടിന്റെ സ്ഥാനാർത്ഥി ഇപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആളായിരിക്കും, ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കും. അപ്പൊ അടുത്തന്നെയാണ് 3 ആളുണ്ടാകുക, ഒരേ നാട്ടുകാർ. ഒരു വാർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റുന്ന സ്ഥലം, ചെറിയ സ്ഥലങ്ങളാണ്. അപ്പോ ഒരു 10 മിനിറ്റ് കൊണ്ട് മൊത്തം കറങ്ങി വരാൻ പറ്റും, അത്രേ ഒരു വാർഡിൽ ഉണ്ടാവുള്ളൂ. ഞാൻ പറയുന്നത്, ഈ ഒരു വാർഡിന്റെ അധികാരം കിട്ടാൻ, പഞ്ചായത്ത് മെമ്പറാകാൻ താല്പര്യപൂർവം, ആവേശപൂർവം, സന്തോഷത്തോടെ പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ കാണുന്നില്ലയോ? ഇലക്ഷൻ അതിന്റെ എല്ലാ കുട്ടിക്കലാശവും കഴിഞ്ഞു, വീറിയോടെ വാശിയോടെ പ്രകടനങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനി ഒരു ദിവസമുണ്ട്, നിശബ്ദ പ്രചരണമാണ്. ഇന്ന് നാളെ ഇലക്ഷനാണ്. ഇന്നത്തെ ദിവസം വെറുതെ ഇരുന്നോ? ഇല്ല, എല്ലാവരും ശ്രമിക്കുകയാണ്. ഒരാളെ കിട്ടുകയാണെങ്കിൽ, ഒരാളിലേക്ക് മെസ്സേജ് എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒരാളെ കൂടുതൽ വിളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു വീട്ടിലേക്കും കൂടി കയറാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് നന്നായി അധ്വാനിക്കുകയാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പൊതുപ്രവർത്തകന്മാരും. എന്തിനാണത്? എന്തിനാണ് ചിലപ്പോൾ ആക്ഷേപങ്ങൾ കേട്ടാലും വിമർശനങ്ങൾ കേട്ടാലും ഒരു വീട്ടിലേക്ക് വോട്ട് ചോദിക്കാൻ വേണ്ടി പോകുമ്പോൾ പറയും, നിങ്ങളോട് അന്ന് ഞാനൊരു അപേക്ഷാ ഫോം വെച്ച് നിങ്ങൾ തന്നോ? എന്റെ പെൻഷന്റെ കാര്യം ശരിയാക്കി പറഞ്ഞാൽ നിങ്ങൾ തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് തരൂല. പച്ചക്ക് മുഖത്ത് നോക്കിയിട്ട് പറയും. എന്നാലും ഈ ചങ്ങായി പറയും, നമുക്ക് അന്ന് ചെറിയ അസൗകര്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തായാലും അടുത്തിരുത്തരും. അങ്ങനെ സോപ്പിട്ടിട്ട് നിൽക്കാണ്. ഞാൻ പറയുന്നത്, എന്തിനാണ് പരിശ്രമിക്കുന്നത്? എന്തിനാണ് വേവലാദികളും ആവലാദികളൊക്കെ കേൾക്കുമ്പോൾ, വിമർശനങ്ങൾ കേൾക്കുമ്പോൾ വളരെ എളിമയോടെ, താഴ്മയോടെ, ഭവ്യതയോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഇത് സ്വീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് ചൂടാകാത്തത്? എന്തുകൊണ്ടാണ് ദേഷ്യം പിടിക്കാത്തത്? നാളെ ഇലക്ഷൻ കഴിഞ്ഞ് 11-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞാൽ 13-ാം തീയതി ഞങ്ങൾക്ക് റിസൾട്ട് വരികയാണ്. ഡിസംബർ 13-ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടാണ്. ആ റിസൾട്ടുള്ള സമയത്ത് സന്തോഷിക്കാനാണ് ഇപ്പോൾ പരിശ്രമിക്കുന്നത്. ആ 13-ാം തീയതി ഒന്ന് ചിരിച്ചു കിട്ടണം. ആ 13-ാം തീയതി ഒന്ന് മുദ്രാവാക്യം വിളിക്കാൻ കഴിയണം. തോറ്റോന് മുദ്രാവാക്യമില്ല, ഓൻ പുറക്കുപോയിട്ട് ഉറങ്ങിക്കോളും. തോറ്റോന് സന്തോഷമില്ല, ഓൻ ചിരിക്കാൻ കഴിയില്ല, ഓനിങ്ങനെ മെല്ലെ സങ്കടത്തിൽ കരഞ്ഞിട്ട് 2 ആഴ്ച വരെ പുറത്തിറങ്ങൂല. ജയിച്ചോൻ അങ്ങനല്ല, ജയിച്ചോന് ആദ്യം ഒരു പ്രകടനം കൂടെ വിളിക്കാനുണ്ട്. ജയിച്ച വകയില് ആ പ്രകടനത്തിന് വേണ്ടിയിട്ടാ, ആ സന്തോഷത്തിന് വേണ്ടിയിട്ടാ 13-ാം തീയതിയുള്ള ആ ഒരു മുഖത്തിന്റെ പ്രകാശം ഉണ്ടല്ലോ. മുഖം കറുക്കുകയും വെളുക്കുകയും ചെയ്യുന്ന ദിവസമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് പഞ്ചായത്ത് ഇലക്ഷനെ സംബന്ധിച്ചല്ല, പാർലമെന്റോ നിയമസഭയിലോ ഇലക്ഷനെ സംബന്ധിച്ചല്ല, അത് മറ്റൊരു ലോകത്തെ സംബന്ധിച്ചാണ്. പക്ഷേ റിസൾട്ട് വരുന്ന സമയം വിജയിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ
ആ വിജയത്തിനാണ് വളരെ താഴ്മയോടെ, വളരെ ഭവ്യതയോടെ, നല്ല സ്വഭാവത്തിൽ മനുഷ്യർ പെരുമാറുന്നത്. സുഹൃത്തുക്കളെ, വിജയിക്കാനാണ് മനുഷ്യൻ അധ്വാനിക്കുന്നത്, വിജയിക്കാനാണ് മനുഷ്യൻ പെടാപ്പാടുപെടുന്നത്. നിങ്ങൾ നോക്കൂ. പക്ഷേ ദുനിയാവിന്റെ ചെറിയ കാലത്തേക്കുള്ള ആയുസ്സിലേക്കുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദുനിയാവിൽ വളരെ ചെറിയ ദുനിയാവിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ചെറിയ സ്ഥാനമാണ് പഞ്ചായത്ത് മെമ്പർ. അതിനേക്കാളും ചെറിയ സ്ഥാനമുണ്ടോ എന്ന് ഞാൻ അറിയില്ല. ആ ഒരു സ്ഥാനത്തിന് തന്നെ എത്രയാണ് മനുഷ്യൻ പരിശ്രമിക്കുന്നത്, എത്രയാണ് മനുഷ്യൻ പണം ചെലവാക്കുന്നത്, എത്ര ആളുകളെയാണ് മനുഷ്യൻ കാണുന്നത്, എത്ര നാളുകളായി സ്ഥാനാർത്ഥിയും കൂടെയുള്ളവരും ഉറക്കമൊഴിക്കുന്നത്. മോനെ, നിങ്ങൾ കാണുന്നുണ്ടോ? ഇന്നലെ 2 ദിവസം മുൻപ് തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് 9-ാം തീയതിയുള്ള തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ, അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം, ഒരു സ്ഥാനാർത്ഥി ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. അതുകൊണ്ട് തിരുവനന്തപുരം വിഴിഞ്ഞം എന്ന സ്ഥലത്ത് ഇലക്ഷൻ മാറ്റിവെച്ചു. തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. നാളെ തെരഞ്ഞെടുപ്പാണെങ്കിൽ ഇന്ന് ആള് മരിച്ചു പോകുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ അല്ലേ ഇതിന്റെ കഥ? അതേ, തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥിയാണ്. അപ്പൊ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ സ്ഥാനാർത്ഥികളുണ്ട്. നോമിനേഷൻ കൊടുത്തിട്ട് ഇലക്ഷൻ ആകുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ സ്ഥാനാർത്ഥികളുമുണ്ട്. ഇനി നിങ്ങൾ കേൾക്കണോ? ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വരുന്നതിന് മുമ്പ് ആരൊക്കെയാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞുകൂടാ, ആരൊക്കെയാണോ മരിക്കാന്നും പറഞ്ഞുകൂടാ. റിസൾട്ട് വന്നു, അവര് വിജയിച്ചിട്ടുണ്ട് എന്നുള്ള പ്രഖ്യാപനവും വന്നു. എന്നാൽ നിയുക്ത പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് അധികാരികളുടെ മുൻപിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അധികാരമേൽക്കുന്നതിന്റെ മുൻപേ മരണപ്പെട്ടു പോകുന്ന ആളുകളുമുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ, അങ്ങനെ ഒരാൾ പഞ്ചായത്ത് മെമ്പറായി, അല്ലെങ്കിൽ MLA ആയി, MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട് സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് 5 കൊല്ലം ആ സ്ഥാനത്തിന് നീളമുണ്ട്, 5 കൊല്ലം ദൈർഘ്യമുണ്ട്. ശരിയായി പോവുകയാണെങ്കിൽ 5 കൊല്ലം വരെ പോകാമെന്നതാണ് നിയമം. എന്നാൽ മോനെ, ഈ സ്ഥാനത്തിനാണ് 5 കൊല്ലത്തെ നീളമുള്ളത്. ഈ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിയിരിക്കുന്ന പഞ്ചായത്ത് മെമ്പറിനോ പാർലമെന്റ് മെമ്പറിനോ MLAക്കോ 5 കൊല്ലം പോയിട്ട് 5 മിനിറ്റിന്റെ അവകാശമില്ല. 5 കൊല്ലം ഉള്ളത് ഈ സ്ഥാനത്തിന്റെ അധികാരത്തിന്റെ നീളത്തിനാണ്. അതേ സമയത്ത് സത്യപ്രതിജ്ഞ ചെയ്തോന് 5 കൊല്ലുണ്ടോ എന്നുള്ളത് അറിയൂല. അവനെപ്പോഴാണ് തീർന്നു പോവുക എന്നറിയില്ല. തീർന്നു പോകുന്ന ലോകമാണ് ദുനിയാവ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് ചതിവിന്റെ ലോകമാണ്. ഇതൊരു വഞ്ചനയുടെ ലോകമാണ്. ഇതൊരു സുഖിപ്പിക്കുന്ന ലോകമാണ്. മനുഷ്യന്റെ മുമ്പിൽ പലതും കാണിച്ചു തരികയാണ്. സ്വപ്നം കാണുന്നത് പോലെ, സ്വപ്നം കാണുന്നത് പോലെ, സ്വപ്നം കാണുന്നത് പോലെ വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ്. കാർ ഓടിക്കാൻ അറിയില്ല, ഡ്രൈവിംഗ് ഇതുവരെ പഠിച്ചിട്ടില്ല. അങ്ങനത്തെ ചങ്ങായി എന്തുഷാറിലാണ് കാർ ഓടിക്കുന്നത്. സുബ്ഹാന ജല്ല ജലാലു. ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, പക്ഷെ അയാൾ ഇംഗ്ലീഷ് പത്രം ഇങ്ങനെ സുഖമായിട്ട് വായിക്കാണ്. എവിടെ? സ്വപ്നത്തിൽ വായിക്കാണ്. ഉറങ്ങുമ്പോ കാർ ഓടിക്കാൻ വേണ്ടി ലൈസൻസ് വേണ്ടതുണ്ടോ? അപ്പൊ ഇങ്ങനെ ഓടിക്കുകയാണ്. തീരെ ചെറിയ വീട് എന്ന് പറയാൻ ഒരു വീടുമില്ല. കൊട്ടൈസിലാണ് താമസം, വാടക വീട്ടിലാണ് താമസം. അങ്ങനത്തെ ചങ്ങായി സ്വപ്നം കാണുന്ന വലിയ കൊട്ടാരം പോലുള്ള വീടുണ്ടാക്കിയിട്ട് വലിയ തങ്ങന്മാരെ കൊണ്ടുവന്നിട്ട് സാദി ഉസ്താദിനെ പോലെ വലിയ വലിയ ഉസ്താദുമാരെയും വലിയ ഉസ്താദുമാരെ നേതാക്കന്മാരെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നു. അയാൾ സ്വപ്നം കാണുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. സ്വപ്നം എല്ലാം കഴിഞ്ഞിട്ട് ഭാര്യന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഭർത്താവിന്റെ കയ്യിൽ നിന്ന്, അല്ല മക്കളെ വല്ലതും ഉപ്പാന്റെ കയ്യിൽ നിന്ന് നല്ല
അടികൊള്ളാണ്, എന്തോ വിളിച്ച് ബഹളം വെക്കാണ് ഉറങ്ങുന്ന സമയത്ത്. അപ്പൊ അവര് തട്ടി വിളിച്ചിട്ട് ചോദിക്കും, നീ എന്താടോ ഈ പണിയെടുക്കുന്നത്, നീ എന്താ ഈ ഉറക്കിൽ വർത്താനം പറയുന്നത്? മോനെ, സ്വപ്നം കണ്ട വീട് കാണാനില്ല, ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി കാണാനില്ല, വായിക്കുന്ന പത്രം കയ്യിലില്ല. ദുനിയാവെന്ന് പറയുന്നത് സ്വപ്നം പോലെയാണ്, ദുനിയാവെന്ന് പറയുന്നത് ഒരു കഥ പോലെയാണ്. അതുകൊണ്ടാണ് മനുഷ്യന്മാര് മരിച്ചാൽ ചിലയാൾ ദേഷ്യം ഉണ്ടെങ്കിൽ പറയും, ഓന്റെ കഥ കഴിഞ്ഞു. ഓന്റെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഓന്റെ കാര്യത്തിലേക്ക് വന്നു, ഓന്റെ കഥ കഴിഞ്ഞു. ചില ആളുകൾ പറയും ഓന്റെ കാറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അല്ലാഹു ജല്ല ജലാലു ദുനിയാവിൽ അയാൾക്ക് കണക്കാക്കിയ വായുവുണ്ട്, ഓക്സിജന്റെ അളവുണ്ട്, അത് അല്ലാഹു തആല നിർത്തിക്കളഞ്ഞു. മൂക്കിലൂടെ ശ്വാസം വലിച്ചു വിടാൻ മനുഷ്യനറിയാവുന്നതാണ്. മൂക്ക് അടഞ്ഞ് ജലദോഷം വന്ന് മൂക്കടഞ്ഞാൽ വായിലൂടെ കാറ്റെടുത്തിട്ട് വിടാനുള്ള സംവിധാനം അവൻ അറിയാവുന്നതാണ്. പക്ഷേ മൂക്കിന് തകരാറില്ല, ജലദോഷമൊന്നും പിടിച്ചിട്ടില്ല. മോനെ, എത്ര വലിച്ചാലും കാറ്റുള്ളിൽ കയറുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയ ഓക്സിജന്റെ അളവ് തീർന്നുപോയാൽ, പുറത്തേക്ക് വിടേണ്ട കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് തീർന്നുപോയാൽ ഒരൊറ്റ നിമിഷം അതിന് അറ്റാക്ക് എന്ന് നിങ്ങൾക്ക് പേര് വെക്കാം, കുഴഞ്ഞു വീണ് മരിച്ചതാണ് എന്ന് പേര് വെക്കാം, ആക്സിഡന്റ് ആണ് എന്ന് നിങ്ങൾക്ക് പേര് വെക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയമെത്തിയാൽ തീർന്നു പോകുന്നതാണ് ലോകം. ഏറ്റവും വലിയ ചതിവിന്റെ കേന്ദ്രമാണ് ഈ ലോകമെന്ന് പറയുന്നത്. എനിക്ക് തോന്നാണ് ഞാൻ കുറെ കാലം ജീവിക്കുമെന്ന്, എനിക്ക് ആഗ്രഹമാണ് കുറെ വലിയ വീടുണ്ടാക്കണമെന്ന്, എനിക്ക് ആഗ്രഹമാണ് കുറെ ചങ്ങാതിമാരുണ്ടാകണമെന്ന്, എനിക്ക് തോന്നാണ് മംഗലാപുരത്ത് വലിയ ഫ്ലാറ്റ് വേണമെന്ന്, അതല്ലേ എന്റെ ആഗ്രഹമാണ്. പക്ഷേ ഈ ചതിവിന്റെ ലോകത്ത് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, വളരെ പെട്ടെന്ന് തുറന്നു പോകുന്ന ഈ ലോകം ഇത് ചതിവിന്റെ ലോകമാണ്, വഞ്ചനയുടെ ലോകമാണ്. ഈ ലോകത്തിനാണ് മനുഷ്യൻ ഇത്രമാത്രം അധ്വാനിക്കുന്നതെങ്കിൽ, ഈ ലോകത്തിന് വേണ്ടിയാണ്, ഈ ലോകത്തിന്റെ സുഖത്തിനാണ് മധുരത്തിനാണ് മനുഷ്യൻ ഇത്രമാത്രം പണിയെടുക്കുന്നതെങ്കിൽ, സുഹൃത്തുക്കളെ, ആഖിറമാകുന്ന ലോകം വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ, അനന്തവും അത്യുന്നതവുമായ ലോകം ആഖിറമാണ്, തീർന്നുപോകാത്ത ലോകം ആഖിറമാണ്. അവിടെയല്ലയോ നമുക്ക് വിജയിക്കേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. വെള്ളിയാഴ്ചകളിൽ ഖതീബ് ഉസ്താദുമാര് ഖുതുബക്കടയിൽ പാരായണം ചെയ്യുന്ന ഒരായത്താണ്, സൂറത്തുൽ അഹ്സാബിലെ ആയത്താണിത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയാണ്, അള്ളാഹുവിനെ വിശ്വസിച്ച മുഅ്മിനീങ്ങളെ അള്ളാഹു തആല വിളിക്കാൻ അന്ത്യനാൾ കൊണ്ടും അള്ളാഹിനെ കൊണ്ടും മുത്തുനബിയെ കൊണ്ടും മുർസലീങ്ങളെ കൊണ്ടും കുതുബ് കൊണ്ടും മലായികത്തുകളെ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ഈമാൻ ഉറച്ച മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണേ, നിങ്ങൾ അള്ളാഹിനെ പേടിച്ച് ജീവിക്കണേ. പേടിച്ച് ജീവിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയപ്പെട്ട് ചുരുണ്ട് ചുരുണ്ട് ജീവിക്കാന്നുള്ള അർത്ഥത്തിനല്ല, മറിച്ച് അനുസരിക്കണേ. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞ കാര്യങ്ങളെ അനുസരിക്കലാണ്. നിസ്കരിക്കാൻ അല്ലാഹു തആല ആജ്ഞാപിച്ചതാണ്, കൃത്യമായി നിസ്കരിക്കലാണ്.
കൽപ്പിക്കലാണ്. നോമ്പെടുക്കാൻ അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. മുഅ്മിനായ മനുഷ്യൻ കൃത്യമായി നോമ്പെടുക്കലാണ്. സക്കാത്ത് കൊടുക്കാൻ അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. മുഅ്മിനായ മനുഷ്യൻ കണക്കുകൂട്ടി സക്കാത്ത് കൊടുക്കലാണ്. മുഅ്മിനായ മനുഷ്യനോട് ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യാൻ നിർദ്ദേശമാണ്. കഴിയുന്ന ആളുകൾ കഴിയുന്നതുപോലെ ആരോഗ്യപരമായി സാമ്പത്തികമായൊക്കെ കഴിവുണ്ടെങ്കിൽ, യാത്രക്ക് കഴിയുന്നുവെങ്കിൽ ഹജ്ജ് ചെയ്യണമെന്നാണ്. ഹജ്ജ് ചെയ്യലാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് കൽപ്പിച്ചത് എന്താണോ അത് ജീവിതത്തിൽ പകർത്തലാണ്, എടുക്കലാണ്. സ്വതക്ക ചെയ്യാൻ അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. മുഅ്മിനീങ്ങൾ പരസ്പരം സഹായിച്ച് സ്വതക്ക ചെയ്യലാണ്. നല്ല സ്വഭാവത്തിൽ പെരുമാറലാണ്. ആരോടും വഴക്ക് കൂടാതിരിക്കലാണ്. എപ്പോഴും തെളിഞ്ഞ കൽബോടെ, ഞാൻ പറഞ്ഞില്ലേ ഇലക്ഷൻ സമയത്ത് ഞാൻ സൂചിപ്പിച്ചത് അതിനാണ്. ആ നല്ല സ്വഭാവത്തിൽ എപ്പോഴും എപ്പോഴും പെരുമാറലാണ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, ഭയപ്പെടണേ, അനുസരിക്കണേ എന്ന് പറഞ്ഞാൽ അവന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ശരിയായ മാർഗമുണ്ട്. ആ മാർഗത്തിൽ തന്നെ ജീവിക്കലാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. തഖ്വ എന്നത് ഹൃദയത്തിന്റെ പ്രകാശത്തിന്റെ അടയാളമാണ്. തഖ്വ അത്തഖ്വ ഹുനാ, അത്തഖ്വ ഹുനാ, അത്തഖ്വ ഹുനാ. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. സുബ്ഹാനല്ലാഹ്. ഞാൻ 2 ദിവസം മുൻപ് കാസർഗോഡ് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു. നമ്മളെ SYSന്റെ ജില്ലാ കമ്മിറ്റിന്റെ ഒരു ക്ലാസ്. ആ ക്ലാസ്സിലെ ഒരു പ്രത്യേകത, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാനിത് പറഞ്ഞപ്പോൾ ഒന്നാമത്തെ തവണ നിങ്ങൾ മെല്ലെ ചൊല്ലി, നിങ്ങളൊക്കെ സ്വലാത്ത് ചൊല്ലി. രണ്ടാമത് ഞാൻ പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ സൗണ്ട് കൂട്ടി. മൂന്നാമതിൽ കുറച്ചും കൂടെ സൗണ്ട് കൂട്ടി. ഇനി ഒന്നുകൂടി പറയണം, ഒന്നുകൂടി കൂട്ടും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തുനബിയെ കാണാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആ സദസ്സിൽ 1000 തവണ റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞാലും അവര് സ്വലാത്ത് ചൊല്ലില്ല. അതാണ് എന്റെ പ്രത്യേകത. അപ്പൊ ആരാണവർ? സുബ്ഹാനല്ലാഹ്. അവർക്ക് വായ കൊണ്ട് സംസാരിക്കാൻ കഴിയില്ല, അവര് കാതുകൊണ്ടൊന്നും കേൾക്കില്ല. റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അവര് കേൾക്കണ്ടേ, എന്നാലല്ലേ. സംസാരിക്കാൻ അവർക്ക് കഴിയണ്ടേ, എന്നാലല്ലേ അവർ പറയുള്ളൂ. പക്ഷെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മഅദനിൽ ഖലീൽ തങ്ങൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. തങ്ങൾ പഠിപ്പിച്ച ഒരു സഖാഫി, അവിടെ നിന്ന് പഠിച്ച ഒരു സഖാഫി, ഈ ഭാഷ പഠിച്ച ഒരു സഖാഫി, അത് അദ്ദേഹം മൊഴിമാറ്റം ചെയ്യുന്നുണ്ട് അവരുടെ ഭാഷയിലേക്ക്. നമ്മൾ വാർത്തയിലൊക്കെ കാണുന്നില്ലേ, അതുപോലെ അവർ സ്റ്റേജിൽ നിന്നിട്ട് നമ്മൾ ഈ പറയുന്നതിനെ അവരുടെ ഭാഷയിലേക്ക് കൊടുക്കുമ്പോൾ അവര് എന്തൊക്കെയോ കൈകൊണ്ട് പറയുന്നു. ഇടക്ക് അവര് ഇങ്ങനെ ആക്കണുണ്ട്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഇദ്ദേഹത്തിന്റെ ഈ മൊഴിമാറ്റം അല്ലെങ്കിൽ അവരുടെ ഭാഷയിലുള്ള ഈ ആംഗ്യ ഭാഷയിലുള്ള വിഷയങ്ങൾ പറയുമ്പോൾ അവർ 2 കൈ പൊക്കിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ 2 കൈയും പൊക്കുന്നുണ്ട്. അപ്പൊ എന്നോട് ഇദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ പറഞ്ഞ വിഷയത്തെ അവർക്ക് വലിയ സന്തോഷമായതുകൊണ്ട് അവർ തക്ബീർ ചൊല്ലുകയാണ്. അല്ലാഹ്, അവർ തക്ബീർ ചൊല്ലുകയാണ്. അവർക്ക് നാവ് കൊണ്ട് തക്ബീർ വരില്ല, അവർക്ക് ശബ്ദമില്ല. അല്ലാഹു തആല നമ്മുടെ നിഅമത്ത് അല്ലാഹു നിലനിർത്തി തരട്ടെ. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഈ പ്രസംഗം, ഈ ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഈ ആളുകളോട് എന്താണ് പറയേണ്ടതെന്നെ കുറിച്ച് എനിക്ക് വലിയ ധാരണ ഒന്നുമില്ല. എന്നാലും ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഒരു ഖിദ്മത്ത് എന്നുള്ള അവർക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാം, വേറെ ഈ ആശയമുണ്ട്, പറയുന്ന ആളുണ്ടല്ലോ. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുന്നു, സുബ്ഹാനല്ലാഹ്,
നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, തഖ്വ ചെയ്യണം എന്നവരോട് പറയാം. അത് ഇയാൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ ഭാഷയിൽ അങ്ങനെ അവർക്ക് മനസ്സിലാവും. നിങ്ങൾ ഖുർആൻ ഓതണമെന്ന് അവരോട് പറയാൻ കഴിയില്ല, കാരണം അവർക്ക് ഖുർആൻ ഓതാൻ കഴിയില്ല. നിങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ട്? അവർക്ക് സ്വലാത്ത് ചൊല്ലാൻ നാവ് എടുക്കില്ല, നാവ് കൊണ്ട് അനങ്ങില്ല. അനങ്ങിയാലും ശബ്ദം പുറത്തു വരൂല. കാണാൻ ഒരു അയവുമില്ലല്ലോ, കാണാൻ അവർക്കൊരു ന്യൂനതയുമില്ല. നമ്മളെക്കാളും ഹൈറ്റും വെയിറ്റിലുള്ള നല്ല സുമുഖന്മാരായ ചെറുപ്പക്കാരാണ്, നല്ല സദസ്സുമുണ്ട്. പക്ഷേ അല്ലാഹു ജല്ല ജലാലു അവർക്കൊരു പരീക്ഷണാർത്ഥം അങ്ങനെയാണ് അവരെ അല്ലാഹ് സൃഷ്ടിച്ചത്. എന്തിനാണ് അങ്ങനെ സൃഷ്ടിച്ചത് എന്ന് റബ്ബിനോട് ചോദിക്കാൻ സാധുക്കളായ നമുക്ക് അധികാരമില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആ പ്രിയപ്പെട്ടവരോട് എന്റെ ഭാഷയിൽ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു കണക്കിന് സൗഭാഗ്യമുള്ളവരാണ്, നിങ്ങൾ വലിയ ഭാഗ്യമുള്ളവരാണ്. എന്തെന്തുകൊണ്ടെന്നാൽ മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നാളെ മഹ്ശറിലെത്തിയാൽ ആദ്യം തന്നെ വിചാരണ കൂടാതെ വലതുപക്ഷത്തേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ഒരു ടീമുണ്ട്, അസ്ഹാബുൽ യമീൻ. വിജയികളാണവർ, വലതുപക്ഷക്കാരാണ്, വിജയിക്കുന്നവരാണ്. അസ്ഹാബുൽ യമീൻ എന്നാൽ നമ്മുടെ ഇലക്ഷനിലുള്ള ലൈറ്റും റൈറ്റും ലെഫ്റ്റ് ഒന്നല്ല ഞാൻ പറയുന്നത്. ഖുർആൻ പറഞ്ഞ വലതുപക്ഷം എന്ന് പറഞ്ഞാൽ വിജയിക്കുന്നവർ, ഇടതുപക്ഷം അസ്ഹാബു ശിമാൽ എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുന്നവർ. വിജയികളായ അസ്ഹാബുൽ യമീനിലേക്ക് മാറ്റി നിർത്തപ്പെടുന്നവരാരാണ്? ദുനിയാവിൽ കണ്ണിന് കാഴ്ചയില്ലാതെ ജീവിച്ചവരാണ്. ദുനിയാവിൽ കണ്ണിന് കാഴ്ചയില്ലാതെ ജീവിച്ചവർ നാളെ ആഖിറത്തിലെത്തിയാൽ അവര് മുഅ്മിനീങ്ങളാണെങ്കിൽ, അവര് വിശ്വാസികളാണെങ്കിൽ അവർക്ക് ഹിസാബില്ലാതെ ആദ്യം തന്നെ വലതുഭാഗത്തേക്ക് അവരെ മാറ്റി നിർത്തുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞു. അവരോട് ഞാൻ പറഞ്ഞൊരു സൂചനാ വാചകമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അധ്യാപനത്തിന്റെ ഒരു സൂചനയാണ്. നമുക്ക് അല്ലാഹു തആല സംസാരിക്കാൻ നാവ് തന്നു, സംസാരിക്കാൻ അല്ലാഹു തആല ശബ്ദം തന്നു. സംസാരിക്കുമ്പോൾ വേണ്ട നിലക്ക് നീട്ടാനും വളക്കാനും അല്ലാഹു തആല നമുക്ക് ആഫിയത്ത് നൽകി. അല്ലാഹുവേ, നന്ന നിഅമത്ത് നീ നിലനിർത്തണേ അല്ലാഹ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ വാള് കേൾക്കാൻ ഇവിടെ ഇരിക്കുന്നത്. സുഹൃത്തുക്കളെ, വാള് പറയണ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഭയങ്കര സംഭവമാണ് എന്നാണ്. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഈ ഉമ്മത്തിന്റെ ആദ്യത്തെ ഖതീബ്, ഈ ഉമ്മത്തിലെ ആദ്യത്തെ വാള് പറഞ്ഞ ആളാരാണ്? ഈ ഉമ്മത്തിലെ ആദ്യത്തെ ഖതീബ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഈ ജമാദുൽ ഉഖ്റ, ഈ മാസം 22-നാണ് അവിടുത്തെ ആണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടിന്റെ മാസം കൂടിയാണ് ജമാദുൽ ആഖിർ. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ആ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് ഉപദേശിച്ചത് അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അവിടെ ഇങ്ങോട്ട് വന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, സ്വാലിഹീങ്ങൾ, അവരെല്ലാവരും വാള് പറഞ്ഞ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. നമ്മളെ സംസാരം അങ്ങനെ ആകുമോ എന്ന് തീരുമാനിക്കേണ്ടത് റബ്ബാണ്. അല്ലാഹുവേ, സംസാരങ്ങൾ മുഴുവനും നിന്റെ പൊരുത്തത്തിലാ മഹാന്മാരെ കൊണ്ട് സ്വീകരിച്ചു. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്കും കേൾക്കുന്നവർക്കും ഒരുപോലെ ഫലമുള്ളതാക്കണേ അല്ലാഹ്. ഞാൻ പറഞ്ഞത് സംസാരിക്കുന്ന ആളെ വിചാരം ഞാൻ ഭയങ്കര സംഭവമാണ് എന്നാണ്. പാട്ട് പാടുന്നവന്റെ വിചാരം ഞാൻ ഭയങ്കരാണ് എന്നാണ്. കിബർ മനുഷ്യന്റെ കൽബിൽ വെറുതെ കയറുകയാണ്. പക്ഷെ സംഗതി എന്താണെന്നറിയോ? മൻ കസുറ കലാമുഹു കസുറ ദുനൂബുഹു വമൻ കസുറ ദുനൂബുഹു മാത ഖൽബുഹു വമൻ മാത ഖൽബുഹു ദഖല ഫിന്നാർ. നാവ് കൊണ്ട് നിനക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? സംസാരം വർദ്ധിക്കുന്നവന്റെ ഹൃദയം
മരിക്കുകയാണ്, കുറ്റങ്ങൾ അധികരിക്കുകയാണ്. കുറ്റങ്ങൾ അധികരിക്കുന്നവന്റെ ഹൃദയം മരിക്കുകയാണ്. ഹൃദയം മരിച്ചവൻ നരകത്തിലാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാവ് കൊണ്ടുണ്ടാക്കുന്ന അനർത്ഥങ്ങൾ വലുതാണ്. നാവ് കൊണ്ടുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ വളരെ വലുതാണ്. നാവ് കൊണ്ടുണ്ടാകുന്ന ഫിത്നയും ഫസാദും വാളുകൊണ്ടുണ്ടാക്കുന്നതിനേക്കാൾ പ്രയാസമുള്ളതാണ്. ഞാൻ അവരോട് പറഞ്ഞു, നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന ആള് ചിലപ്പോൾ കിബറന്മാരായിട്ട് പലതൊക്കെ നടക്കുന്നുണ്ടാകും. പക്ഷേ നാവ് കൊണ്ട് സംസാരിച്ചതിന്റെ വകയിൽ നാളെ അള്ളാന്റെ കോടതിയിൽ എത്ര വർഷങ്ങളാണ്, എത്ര കൊല്ലങ്ങളാണ് ഹിസാബിന് നിൽക്കേണ്ടത് എന്നറിയൂലല്ലോ. നിങ്ങൾക്ക് നാവ് കൊണ്ട് സംസാരിക്കാനുള്ള അവസരം തരാത്തതിനാൽ, നിങ്ങളെ കാതുകൊണ്ടൊന്നും നിങ്ങൾ കേൾക്കാത്തതിനാൽ നിങ്ങൾക്ക് നാളെ ഹിസാബിന് നിൽക്കേണ്ടതില്ലല്ലോ. നിങ്ങളെ നാവ് കൊണ്ട് എന്ത് പറഞ്ഞു എന്നുള്ള ചോദിക്കൂല, നിങ്ങളെ കാതുകൊണ്ട് എന്ത് കേട്ടു എന്നുള്ള ചോദിക്കൂല. കാഴ്ചയില്ലാത്തവനെ ആദ്യം അല്ലാഹ് മാറ്റി നിർത്തുന്നത് പോലെ വൈകല്യമുള്ള മുഅ്മിനിനെ അല്ലാഹ് പരിഗണിക്കുന്നതാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാനിത് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൗഭാഗ്യങ്ങളൊക്കെ നൽകിയിട്ട് നമുക്കെല്ലാ സന്തോഷത്തിന്റെ വകുപ്പും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ട് നമ്മുടെ നാവ് കൊണ്ട് അല്ലാഹനെ ഓർമ്മിക്കുന്നുണ്ടോ? അല്ലാഹ് ദിക്റ് ചൊല്ലാൻ പറഞ്ഞു. തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹ് പറഞ്ഞത് അനുസരിക്കലാണ്. ആ ദിക്ർ, ആ തഖ്വയുടെ ഭാഗമാണ് ദിക്റ് ചൊല്ലൂ എന്ന് പറഞ്ഞത്. ഫദ്കുറൂനി അദ്കുറുകും വസ്കുറൂലി വലാ തക്ഫുറൂൻ. ദിക്റ് ചൊല്ലൂ. അഖിമിസ് സ്വലാത്ത ലിദിക്രി. ഏറ്റവും വലിയ ദിക്ർ നിസ്കാരമാണ്. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആരുണ്ട് കൃത്യമായി നിസ്കരിക്കുന്ന ആള്? അല്ലാഹ്. എങ്ങനെ ഓടി പള്ളിയിലെത്തി നോക്കുമ്പോ ഇമാമ് നിസ്കരിക്കുന്നുണ്ട്. കൂടെ നിസ്കരിച്ചു, സലാം വീട്ടി നോക്കുമ്പോ ഇപ്പറിരിക്കുന്ന മുട്ടിയിട്ട് പറയുന്നു, 3 റക്അത്തേ ആയിട്ടുള്ളൂ, നീ മസ്ബൂക്കാണ്. ബോധമില്ല. എത്രയാ നിസ്കരിക്കുന്നത് എന്നുള്ള ധാരണയെങ്കിലും. തുസല്ലി ബിലാ ഖൽബിൻ സ്വലാത്തൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽഉഖൂബതി. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബ് കൊണ്ടുള്ള രചനയാണ്. എത്ര ആളുകളാണ് നിസ്കാരം കൊണ്ട് കുറ്റക്കാരായി പോകുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. ഏറ്റവും കടുപ്പുള്ള വാക്കാണ് അല്ലാഹുവിന്റെ മുമ്പിൽ പറയുന്നത്. അതേ സമയത്ത് അത് പറയുന്ന സമയത്ത് നമ്മുടെ ഖൽബ് കച്ചവടത്തിലാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോഴും നമുക്ക് ചിന്തിക്കാനുള്ളത് പൈസ കടം തരാനുള്ളവനെ കുറിച്ചാണ്. നമ്മളെ ഖൽബിങ്ങനെ പല ലോകത്തും കറങ്ങുകയാണ്. അള്ളാഹിനോട് നീ പറയുന്ന നിന്നെ മാത്രം ഞാൻ ആരാധിക്കുമെന്നാണ്. ആ പറയുന്ന സമയത്തും നിന്റെ ഖൽബിലുള്ളത് വേറെ ഏതോ ഒരാളാണ്. സുബ്ഹാനല്ലാഹ്. അഖിമിസ് സ്വലാത്ത ലിദിക്രി. എന്നെ ഓർമ്മിക്കാൻ എന്റെ ദിക്റിന് വേണ്ടി നിസ്കരിക്കണോന്നല്ലേ അല്ലാഹ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ആലോചിക്കാനാണ് ഞാനിത് പറഞ്ഞത്. അമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറാ قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى.
അല്ലാഹു പറയുന്ന ദുനിയാവിൽ സൗകര്യങ്ങളൊക്കെ കിട്ടിയിട്ട് തഖ്വയോടെ ജീവിക്കാനുള്ള സകല സാഹചര്യങ്ങളും ഉണ്ടായിട്ട് അള്ളാഹനെ അനുസരിക്കാനുള്ള സകല വകുപ്പുകളും ഇവിടെ ഉണ്ടായിട്ട് ഒരാള് എന്നെ അനുകൂലിക്കാൻ എന്നെ ഓർമ്മിക്കാതെ എന്റെ ദിക്റ് എന്റെ നിഅമത്തിന് ശുക്ർ ചെയ്യാതെ ജീവിക്കാണ്. ഓർമ്മിക്കാതെ ജീവിക്കാണ്, തിരിഞ്ഞു കളയുകയാണെങ്കിൽ വളരെ കുടുസായ ജീവിതം ഉണ്ടാകുക, വളരെ കുടുസായ ജീവിതമാണ് ഉണ്ടാകുക. എവിടെയും ഒരു റാഹത്ത് കിട്ടൂല. ഖിയാമത്ത് നാളിൽ ഓനെ കുരുടനായിട്ടാണ് ഒരുമിച്ച് കൂട്ടുക. ദുനിയാവിൽ കാഴ്ചയില്ലാത്തവന്റെ അവസ്ഥ എന്താണ്? അള്ളാഹു നമുക്ക് സൗഭാഗ്യം നിലനിർത്തി തരട്ടെ. കാഴ്ചയില്ലാത്തവർക്ക് അള്ളാഹു സന്തോഷം നൽകട്ടെ. ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവനാണോ നീ? അള്ളാഹുവിനെ കുറിച്ച് ബോധമില്ലാതെ ജീവിക്കുന്നവനാണോ? എന്നാൽ മോനെ, ആഖിറത്തിൽ നീ കുരുടനായിട്ടാണ് ഉണ്ടാകുക. അവൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു, ഖാല റബ്ബി ലിമ ഹശർതനി അമാ വഖദ് കുന്തു ബസീറാ. റബ്ബേ, എനിക്ക് എന്ത് പറ്റിപ്പോയി? എന്റെ കാഴ്ചയുടെ പോയി അല്ലാഹ്. കുന്തു ബസീറാ, ഞാൻ നല്ല കാഴ്ച ഉള്ള ആളായിരുന്നല്ലോ അല്ലാഹ്. എന്റെ കണ്ണിനൊരു തകരാറും പറ്റിയുണ്ടായിരുന്നില്ലല്ലോ അല്ലാഹ്. എനിക്ക് നല്ല റാഹത്തിൽ കാഴ്ച ഉണ്ടായിരുന്നു, എന്റെ കാഴ്ച എവിടെ പോയി? അല്ലാഹു തആല പറയുന്നതേ, ഇതുപോലെ നിനക്ക് പല ദൃഷ്ടാന്തങ്ങളും ദുനിയാവിൽ വന്നിരുന്നു. ആയാത്തുകൾ ധാരാളമായി വന്നിരുന്നു. ഫനസീതഹാ, അതെല്ലാം നീ ഒന്നും മറന്നു കളഞ്ഞതാണ്. എത്ര സുഹൃത്തുക്കളാണ് മരിച്ചിട്ട് നമ്മൾ തന്നെ ഖബറിൽ കൊണ്ടുപോയി അടക്കിയത്? എത്ര സുഹൃത്തുക്കളാണ് അറ്റാക്ക് മൂലം പിരിഞ്ഞു പോയത്? എത്രയാളുകളാണ് അപകടത്തിൽ തീർന്നുപോയത്? എത്ര കൂട്ടുകാരാണ് ഖബറിൽ കിടക്കുന്നത്? ആ ഖബറടക്കി തിരിച്ചു വരുന്ന സമയത്ത് പോലും ദുനിയാവിന്റെ ചിന്തയല്ലയോ കൽബിലുള്ളത്? കൂട്ടുകാരനെ ഖബറടക്കി വന്ന ദിവസം നീ കൃത്യമായി നിസ്കരിച്ചിട്ടുണ്ടോ? സുബ്ഹാന ജല്ല ജലാലു. കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ, നീ അതൊക്കെ വിസ്മരിച്ചു കളഞ്ഞു, നിനക്ക് വരൂലാന്ന് നീ ചിന്തിച്ചു. വകദാലികൽ യൗമ തുൻസാ, അല്ലാഹു പറയുന്നു, അതുകൊണ്ട് ഇന്നത്തെ ദിവസം നീയും വിസ്മരിക്കപ്പെട്ടു പോയി, നിന്നെയും പരിഗണിക്കപ്പെടാത്ത അവസ്ഥ വന്നുപോയി. നീ നോക്കേണ്ടതില്ല, റഹ്മത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല. അല്ലാഹു തആല നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നന്ദി, അല്ലാഹുവിന് നല്ല നന്ദി ചെയ്യണം. മഹാനായ ഇമാമുൽ ഗസാലി റഹിമഹുല്ലാഹ്, ഗസാലി ഇമാമിന്റെ ആണ്ടിന്റെ മാസം കൂടിയാണിത്. ജമാഅത്തുൽ ഉഖറ ഗസാലി ഇമാമിന്റെ ആണ്ടിന്റെ സമയം കൂടിയാണ്. അല്ലാഹുവേ, അവിടത്തെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. മഹാനായ ഇമാമുൽ ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, മഹ്ശറയിലെ ചില കൗതുകങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. മനുഷ്യന്മാർ അടിച്ചുപൊളിച്ച് ജീവിക്കല്ലേ? നാളെ ഹിസാബിന് പോയാല് ഇന്നത്തെ ദുനിയാവിന്റെ കോടതി എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് പൈസ ഉണ്ടെങ്കിൽ എങ്ങനെങ്കിലും ഇറങ്ങിയിട്ടെല്ലാം വരാൻ പറ്റുന്ന, പോലീസുകാരൊക്കെ സ്വാധീനിക്കാൻ പറ്റുന്ന, നിയമപാലകരെയൊക്കെ സ്വാധീനിക്കാൻ പറ്റുന്ന ഇടങ്ങളല്ലേ ഇവിടൊക്കെ. എവിടെയും മനുഷ്യന്മാരുടെ ദുനിയാവ് അങ്ങനെയല്ലേ? ആഖിറത്തിൽ അങ്ങനെയല്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നല്ല തെളിഞ്ഞ കൽബ്, പരിപൂർണ വിശ്വാസിയായ ശാക്കിറായ സാലിമായ കൽബ്, സലീമായ കൽബ്. ഈ കൽബ് കൊണ്ട് മാത്രമല്ലേ രക്ഷപ്പെടുള്ളൂ. അവിടെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിസാബിന്റെ ഒരു കൗതുകം പറയുന്നുണ്ട്, ഗസാലി ഇമാം ഉദ്ധരിക്കുന്നുണ്ട്. ഒരാൾ ഇങ്ങനെ വരികയാണ്, അല്ലാഹുവിന്റെ അടുക്കൽ ഹിസാബിന് എത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, അയാൾ വല്ലാത്തൊരു ഇബാദത്ത് ചെയ്ത ആളാണ്. എന്താണ് അയാളുടെ ഇബാദത്ത് എന്നറിയോ? അയാള് 500 വർഷക്കാലം
കടലിന്റെ സമുദ്രത്തിന്റെ നടുവിൽ ഒരു എവിടെയോ ഒരിടം. ആ ഇടത്തിൽ കുറച്ച് സ്ഥലത്ത് വെള്ളം കയറുന്നില്ല, ചെറിയ ഒരു തുരുത്തുണ്ട്. അവിടെ മുസല്ലയിട്ട് അവിടെ നിസ്കരിക്കുന്ന എത്രേ 5500 വർഷം നിസ്കരിക്കുകയാണ്. ആ നിസ്കരിക്കണ സമയത്ത് പൂർവകാല ഉമ്മത്തിൽപ്പെട്ട ഒരാളെ കഥ അള്ളാന്റെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾക്ക് ഭക്ഷണം കിട്ടണ്ടേ, അയാൾക്ക് വെള്ളം കിട്ടണ്ടേ. കടലിൽ വെള്ളം കുടിക്കാൻ പറ്റുമോ? ഉപ്പുവെള്ളല്ലേ. ഇയാൾക്ക് ദാഹിക്കുന്ന സമയത്ത് ഈ നിസ്കരിക്കാനുള്ള ചെറിയ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ചെറിയ ഒരു ഉറവ പൊട്ടും, അതിൽ നിന്ന് നല്ല വെള്ളം കിട്ടും. അങ്ങനെയാണ് അയാൾ ദാഹം ശമിപ്പിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്. അയാൾക്ക് വിശക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ചെടി മുളക്കും. ആ ചെടിയിൽ, ആ മരത്തിൽ ചെറിയ ഒരു നല്ല ഒരു പഴമുണ്ടാകും. ആ പഴമാണ് അയാൾ കഴിക്കുന്നത്. ആ പഴം കഴിച്ച് ആ നല്ല വെള്ളം കുടിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച്, കാരണം വേറൊരാളെ കാണാൻ അവിടെ ആരാധിച്ചിട്ട് കാര്യമില്ല. കടലിന്റെ നടുക്ക് ആര് കാണാനാ? സുബ്ഹാനല്ലാഹ്. സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ഒന്നും ഉള്ള കാലമല്ലല്ലോ. എന്നാ പിന്നെ ലൈവിൽ നിസ്കരിക്കാന്നുണ്ട്. അതുമല്ല, ഒന്നും പറ്റാത്ത കാലം. ആരെയും കാണാനോ കേൾപ്പിക്കാനോ ആരെയും ബോധ്യപ്പെടുത്താനോ ഉള്ള നിസ്കാരമോ ഇബാദത്തോ അല്ല. ശരിയായ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള ഇഖ്ലാസുള്ള ഇബാദത്താണ്. അങ്ങനെ 500 കൊല്ലം അയാൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നു. അയാൾ എപ്പോൾ അള്ളാഹിനോട് ദ്വാരക്കും, അല്ലാഹുവേ എപ്പോഴാണോ എനിക്ക് മരണം നീ കണക്കാക്കുന്നത്, ആ സമയത്ത് ഞാനൊരു സുജൂദിലുള്ള സമയത്ത് തന്നെ എന്റെ റൂഹ് പിടിക്കണേ അല്ലാഹ്. സുജൂദിൽ കിടന്നിട്ട് തന്നെയാണ് അയാൾ മരിക്കുന്നത്. അദ്ദേഹത്തെയാണ് മഹ്ശറിൽ കൊണ്ടുവരുന്നത്. എല്ലാവരെയും ഹിസാബ് എടുക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനോട് പറയും, നിങ്ങളൊരു നല്ല ആളല്ലേ, നിങ്ങൾ എന്റെ ഔദാര്യം കൊണ്ട്, എന്റെ ഫളല് കൊണ്ട് നിങ്ങൾ സ്വർഗത്ത് പോയിക്കോ, എന്റെ ഔദാര്യം കൊണ്ട് നിങ്ങൾ സ്വർഗത്ത് പോയിക്കോ നീ ഞങ്ങളോട് പറയുമ്പോൾ, അധിപനായ റബ്ബ്, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവും സർവഗുണ സമ്പൂർണനുമായ റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഇയാളൊരു ചെറിയ തിരുത്തൽ കൊടുക്കുകയാണ്. അല്ലാഹുവേ, നിന്റെ ഔദാര്യം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എന്റെ അവകാശം എന്ന് പറയലല്ലേ റബ്ബേ ശരി. കാരണം നിനക്ക് വേണ്ടി മാത്രം കടലിന്റെ നടുവിൽ മുസല്ല വിരിച്ച് 500 വർഷം ഇബാദത്ത് ചെയ്ത് സുജൂദിൽ കിടന്ന് ദിക്റ് ചൊല്ലി മരിച്ച ആളല്ലേ ഞാൻ. അതുകൊണ്ട് 500 കൊല്ലത്തെ ഇബാദത്തിന്റെ പകരമായി എനക്ക് അർഹതപ്പെട്ടതല്ലേ റബ്ബേ സ്വർഗം. ഇപ്പൊ നിന്റെ ഔദാര്യം എന്നതിനേക്കാൾ എന്റെ അവകാശമെന്ന് പറയലല്ലേ റബ്ബേ ശരി. അള്ളാഹുവിനോട് ഇയാൾ ഒരു ചെറിയ തിരുത്തങ്ങ് പറഞ്ഞപ്പോൾ അധിപനായ റബ്ബ് സുബ്ഹാനഹു വ തആല, അർഹമുർ റഹീമായ റബ്ബ് ഇയാളോട് പറയുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഹിസാബ് എടുത്താലോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കണക്കെടുത്താലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുമ്പിൽ ഇയാൾ വിജയിക്കുമെന്ന് ഇയാൾക്ക് ഉറപ്പുണ്ട്. കാരണം ഇയാൾ വേറൊരാള് കാണാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അള്ളാഹ്ക്ക് വേണ്ടി തന്നെ ചെയ്തതാണ്. അയാള് പറയുന്നു, അല്ലാഹുവേ ഹിസാബ് എടുക്കാം, എനിക്ക് ഹിസാബ് എടുക്കുന്നതിൽ തകരാറില്ല, ഹിസാബ് എടുക്കാണ്. സുബ്ഹാന ജല്ല ജലാലു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇയാൾക്ക് കൊടുത്ത 2 കണ്ണിന്റെ കാഴ്ച, സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇയാളോട് ചോദിക്കാണ്, ഇയാളെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന, അല്ലാഹ് ചോദിക്കുന്ന, നല്ല മനുഷ്യ, നിങ്ങൾ ഈ നടുക്കടലിൽ ആരെയും ഭയപ്പെടാതെ, ഒരു തിരമാലയുടെയും ആക്രമണം ഭയപ്പെടാതെ നിങ്ങൾക്ക് 500 കൊല്ലം ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകിയവനാരാണ്? ഇയാൾ പറയുന്ന, അൻത യാ അല്ലാഹ്,
അത് നീ തന്നെയാണ് അല്ലാഹ്. അല്ലാഹു തആല പിന്നെ ഇയാളോട് ചോദിക്കുന്ന, നല്ല മനുഷ്യ, നിങ്ങൾക്ക് ദാഹം വരുമ്പോൾ നിങ്ങൾക്ക് ഉപ്പുവെള്ളം കുടിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയ ആ ചെറിയ സ്ഥലത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള നല്ല തെളിനീര്, ശുദ്ധവെള്ളം, ഉപ്പ് കലരാത്ത വെള്ളം നിങ്ങൾക്ക് സംവിധാനിച്ചവനാരാണ്? അതും നീ തന്നെയാണ് അല്ലാഹ്. അതും അയാൾ സമ്മതിക്കുകയാണ്. പിന്നെയും അല്ലാഹു തആല ചോദിക്കും, നല്ല മനുഷ്യ, നിങ്ങൾക്ക് വിശക്കുമ്പോ ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെയും ഭക്ഷണം കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് അത്ഭുതകരമായ ഒരു ചെടി മുളപ്പിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് അതിൽ നിന്ന് നൽകിയവനാരാണ്? അന്തയാ അല്ലാഹ്, അതും നീ തന്നെയാണ് അല്ലാഹ്. പിന്നെയും അല്ലാഹ് ചോദിക്കും, നല്ല മനുഷ്യ, നിങ്ങൾ എപ്പോഴും എന്നോട് ദുആ ചെയ്യാറുണ്ട്, ഞാൻ സുജൂദ് കിടക്കുമ്പം മരിപ്പിക്കണമെന്ന്. ആ ദുആ സ്വീകരിച്ചിട്ട് നിങ്ങൾക്ക് നിശ്ചയിച്ച അവധി എത്തിയപ്പോ നിങ്ങളുടെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുൽ മൗത്തിനോട് നിങ്ങൾ സുജൂദ് കിടക്കുമ്പോ തന്നെ റൂഹ് പിടിക്കണമെന്ന് ഓർഡർ ഇട്ടവനാരാണ്? അന്തയാ അല്ലാഹ്, അതും നീ തന്നെയാണ് അല്ലാഹ്. ഇതെല്ലാം സമ്മതിച്ചതിന് ശേഷം അല്ലാഹ് പറയുന്നു, എന്നാൽ ഞാൻ നിനക്ക് നൽകിയ നിഅമത്തിന്റെ തോതെടുക്കാം, നിന്റെ ഇബാദത്ത് ശുക്റിന്റെ കണക്കും എടുക്കാം. രണ്ട് കണ്ണിന്റെ കാഴ്ചയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പവർ ഒരു തുലാസിലങ്ങ് വെച്ചപ്പോൾ സുബ്ഹാന ജല്ല ജലാലു രണ്ട് കണ്ണിന്റെ കാഴ്ചയുടെ അനുഗ്രഹത്തെ ഒരു തട്ടിലങ്ങിട്ടപ്പോൾ അതിന് പകരമായി 500 കൊല്ലത്തെ ഇബാദത്ത് പോരാ. രണ്ട് കണ്ണിന്റെ കാഴ്ചക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തിന്റെ അളവ് 500 കൊല്ലത്തെ ഇബാദത്തിന്റെ അളവിനെത്തുന്നില്ല, അളവതിനെത്തുന്നില്ല. ഹിസാബിൽ പരാജയപ്പെട്ടു പോയി. ഒരൊറ്റ കണ്ണിന്റെ കാഴ്ചക്ക് പകരമായി 500 കൊല്ലത്തെ ഇബാദത്ത് പോരാ. ഇയാള് പരാജയപ്പെട്ടപ്പോ സബാനിയാക്കളോട് അല്ലാഹ് പറയുന്നു, പിടിക്കൂ, ഇയാള് നരകത്തിലേക്ക് വലിക്കൂ. ഇന്ന ലദൈനാ അൻകാലം വജഹീമാ വതുആമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ. കൊളത്തി വലിക്കണ ചങ്ങലയുണ്ടേ നബിയേ, ആളിയാളി കത്തുന്ന ജഹന്നമുണ്ടേ നബിയേ, നല്ല മുള്ളുള്ള ഭക്ഷണമുണ്ടേ നബിയേ, അതികഠിനമായ വേദനിക്കുന്ന ശിക്ഷയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ താക്കീതല്ലയോ? സബാനിയാക്കൾ വന്നിട്ട് ഇയാളെ പിടിക്കുന്ന അദാബിന്റെ മലക്കുകൾ വന്ന് ഇയാളെ ഇങ്ങനെ പിടിച്ചു വലിക്കാണ് നരകത്തിലേക്ക്. സുബ്ഹാന ജല്ല ജലാലു. ഇയാളെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഇയാളിങ്ങനെ പിൻഭാഗത്തേക്ക് ബാക്കിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. സബാനിയാക്കൾ വലിക്കുമ്പോ ഇയാൾ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അല്ലാഹു തആല ചോദിക്കുന്ന, എന്തിനാണ് അയാൾ തിരിഞ്ഞു നോക്കുന്നത്? അപ്പോൾ ഇദ്ദേഹത്തിന്റെ മറുപടി, റബ്ബേ, നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്ത് പോയിക്കോന്നു നീ പറഞ്ഞതാണ്. എന്റെ കൽബിന്റെ വിവരക്കേട് കൊണ്ടൊരു ചെറിയ പദപ്രയോഗം നിന്നോട് മറുത്തു പറഞ്ഞതിന്റെ പേരിൽ ഹിസാബ് എടുത്തിട്ട് ഞാൻ പരാജയപ്പെട്ടിട്ട് നിന്റെ നീതി നിർവഹണത്തിന്റെ ഭാഗമായി നിന്റെ സബാനിയാക്കൾ എന്നെ നരകത്തിലേക്ക് വലിക്കുകയാണ്. എന്നെ നരകത്തിലേക്ക് വലിക്കുമ്പോഴും നീ കാരുണ്യമുള്ള റബ്ബാണല്ലോ, നീ വലിയ ഔദാര്യമുള്ള റബ്ബാണല്ലോ, നീ അർഹമുർ റഹീമായ റബ്ബല്ലയോ. ഞാൻ എന്റെ ഒരു ചെറിയ വാക്കുകൊണ്ട് പരാജയപ്പെട്ട് ഹിസാബിൽ പരാജയപ്പെട്ട് നരകാവകാശിയായി നരകത്തിലേക്ക് വലിച്ചിറക്കപ്പെടുമ്പോഴും റബ്ബാകുന്ന നീ വലിയ കാരുണ്യമുള്ളവനല്ലയോ. നിനക്ക് 500 കൊല്ലം വേറൊരു സൃഷ്ടിയെയും ഇടയിൽ കലർത്താതെ ശിർക്കില്ലാതെ അല്ലാഹ് നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്ത, സുജൂദ് ചെയ്ത, ദിക്റ് ചൊല്ലി ഒരു സാധുവല്ലേ ഞാൻ. എന്നെ നീ സ്വർഗത്തിലേക്ക് കടത്താൻ വേറെ ആരോടും സമ്മതം ചോദിക്കേണ്ടതില്ലല്ലോ അല്ലാഹ്. എന്റെ ഒരു ചെറിയ വാക്ക് പിഴ നീ ഒന്ന് മാറ്റി പിടിച്ചാൽ നിനക്ക് എന്നെ സ്വർഗത്തിലേക്കാക്കാമല്ലോ. അതിന് കഴിവുള്ള രക്ഷിതാവല്ലേ നീ. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയത് നിന്റെ റഹ്മത്തിലേക്കാണ് അല്ലാഹ്.
നിന്റെ റഹ്മത്ത് എന്നെ മാടി വിളിക്കുമോ? നിന്റെ റഹ്മത്ത് എന്നെ തിരിച്ചു വിളിച്ച് സബാനിയാക്കളെ കയ്യിൽ നിന്ന് എന്നെ മാറ്റി റഹ്മത്തിന്റെ മലക്കുകളിലേക്ക് എന്റെ ശരീരം ഏൽപ്പിക്കുമോ? ആശ വെച്ചുകൊണ്ടാണ് റബ്ബേ ഞാൻ തിരിഞ്ഞു നോക്കുന്നത്. ഉടനെ റബ്ബിന്റെ നിർദ്ദേശം, എന്റെ റഹ്മത്തിലേക്ക് ആശ വെച്ച് എന്നെ നോക്കിയ 500 കൊല്ലം മുഖ്ലിസായ ഇബാദത്ത് ചെയ്ത മനുഷ്യന്, സബാനിയാക്കളെ നിങ്ങൾ കൈയൊഴിയൂ, റഹ്മത്തിന്റെ മലക്കുകളെ നിങ്ങൾ കൂട്ടിപ്പിടിക്കൂ, അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് അയക്കൂ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതാണ്, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട്, ഉമ്മമാരോട്, അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന കണ്ണിന്റെയും കേൾവിയുടെയും കാഴ്ചയുടെയും നാവിന്റെയും കൈകാലുകളുടെയും അനുഗ്രഹങ്ങളുടെ അവയവങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണ്ടയോ? നിസ്കരിക്കൂ എന്ന് പറയുമ്പോൾ നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്നുണ്ട്. നോമ്പെടുക്കൂ എന്ന് പറയുമ്പോൾ നമുക്ക് നോമ്പെടുക്കാൻ കഴിയുന്നുണ്ട്. ഖുർആൻ ഓതൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഖുർആൻ ഓതാൻ കഴിയുന്നുണ്ട്. സ്വലാത്തു ചൊല്ലൂ എന്ന് പറയുമ്പോൾ സ്വലാത്തു ചൊല്ലാൻ നമുക്ക് കഴിയുന്നുണ്ട്. തസ്ബീഹ് ചൊല്ലൂ എന്ന് പറയുമ്പോൾ തസ്ബീഹ് ചൊല്ലാൻ നമുക്ക് കഴിയുന്നുണ്ട്. 1000 ദിക്റ് ചൊല്ലാൻ നിങ്ങൾ പള്ളിയിലേക്ക്, കെസി റോഡിലെ പള്ളിയിലേക്ക് വരൂ എന്ന് പണ്ഡിതന്മാർ, ഉസ്താദുമാര്, കമ്മിറ്റിക്കാര് പറയുമ്പോ വരാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. 1000 ദിക്റ് ചൊല്ലാൻ 1 മണിക്കൂർ വേണമെങ്കിൽ അതിനേക്കാൾ എത്രയോ വലിയ സൗഭാഗ്യങ്ങൾ മാടി മാടി വിളിച്ചാലും കച്ചവടങ്ങൾ ആ സമയത്ത് തകർത്തതാ നാട് മുഴുവനും കുത്തിപ്പിടിക്കുന്ന നിലക്ക് അടിച്ച് പൊളിയായി നടക്കുമെങ്കിലും അല്ലാഹുവിന് നന്ദിയുള്ളവനാകാൻ നിങ്ങൾക്ക് അല്ലാഹ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പള്ളിയിലേക്ക് വരാൻ ഭാഗ്യമുള്ളവരാണ്. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുഅദ്ദിൻ വിളിക്കുന്ന എത്ര ഖൈറായ, എത്ര സന്തോഷമുള്ള വിളിയാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് വിളിക്കുന്നതിനേക്കാൾ, ക്ഷണിക്കുന്നതിനേക്കാൾ നല്ല വാക്ക് പറയുന്നവനാരാണ്? അത് പള്ളിയിലെ മുഅദ്ദിന് വിളിക്കുന്ന ബാങ്കിനെ സംബന്ധിച്ചാണ് എന്നാണ് പ്രബലമായ തഫ്സീറുകളൊക്കെ പറഞ്ഞത്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് കെസി റോഡിലെ ടൗണിലെ കച്ചവടക്കാരുണ്ട്, അതുപോലെ സാധനം വാങ്ങാൻ വന്നവരുണ്ട്, ധാരാളം മോമിനീങ്ങൾ ഇങ്ങനെ തേരാപാരാ നടക്കുന്നുണ്ട്. ളുഹറിന്റെ സമയത്ത് നമ്മുടെ പള്ളി നിറയാറുണ്ടോ? അസ്റിന്റെ സമയത്ത് പള്ളിയിൽ വരാറുണ്ടോ? മഗ്രിബിന്റെ സമയത്ത് പള്ളിയിൽ എത്താറുണ്ടോ? ഇശാഇന്റെ സമയത്ത് പള്ളിയിൽ വരാറുണ്ടോ? ഇനി ഒന്നും പറയണ്ട. സുബ്ഹിയുടെ സമയമെന്ന് പറയുന്നത് അസ്വലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ ഖൈർ നിസ്കാരമാണെന്ന് പ്രത്യേകിച്ച് മുഅദ്ദിന് വിളിച്ചു പറയുന്നത് സുബ്ഹിക്കാണ്. അന്ന് കച്ചവടമില്ല, ആ സമയത്ത് കച്ചവടമില്ല, ആ സമയത്ത് വേറെ പണിയില്ല, ആ പാതിരാ സമയത്ത് 5 മണി സമയത്ത് പ്രത്യേകിച്ച് ഡ്യൂട്ടിയൊന്നുമില്ല, ഉറക്കല്ലാത്ത തടസ്സങ്ങളൊന്നുമില്ല. അഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ ഓർമ്മിക്കാൻ, കണ്ണ് തന്ന എന്നെ ഓർമ്മിക്കാൻ, കിഡ്നി തന്ന എന്നെ ഓർമ്മിക്കാൻ. മോനെ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആജ്ഞയാണ്, അഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ ഓർമ്മിക്കാൻ നിസ്കാരം നിലനിർത്തണേ. എന്തുകൊണ്ട് സുബ്ഹിക്ക് ചെറുപ്പക്കാരാ, എന്തുകൊണ്ട് സുബ്ഹിക്ക് എഴുന്നേറ്റ് പള്ളിയിൽ വരാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഉമ്മമാരെ, തണുപ്പായാലും ചൂടായാലും മഴയായാലും പള്ളിയിൽ നിങ്ങൾ വരേണ്ടതില്ല? നിസ്കരിക്കാൻ നിങ്ങൾക്ക് വീടാണ് ഖൈറ്, നിങ്ങൾക്ക് വീടാണ് ഖൈറ്. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്വർഗ്ഗം പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്, നരകം പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മഹ്ശർ പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മീസാൻ പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്, സിറാത്ത് പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹൗലുൽ കൗസർ പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ല, ആകെ ലോകമണ്ഡകടാഹങ്ങളെ മുഴുവനും പരിപാലിക്കുന്ന അജയ്യനായ അല്ലാഹു ജല്ല ജലാലു, ആ റബ്ബിനെ കണ്ടുവന്ന് നമുക്ക് പരിചയപ്പെടുത്തിയ മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബിന്റെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, അവർക്ക് വീടാണ് ഖൈറ്, അവർക്ക് വീടാണ് ഖൈറ്, അവർക്ക് വീടാണ് ഖൈറ്. അത് വേറെ ആരുണ്ടാക്കിയ നിയമമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച നിയമമാണ്. ആ നിയമം അനുസരിച്ച്
നിങ്ങൾ സുബഹിക്ക് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നുണ്ടോ? നിങ്ങൾ ളുഹറിന് നിസ്കാരം കൃത്യമാക്കുന്നുണ്ടോ? 5 വക്ത് നിസ്കാരം കൃത്യമാക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണേ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണേ. വഖൂലു ഖൗലൻ സദീദാ, നിങ്ങൾ നല്ല വാക്ക് പറയണേ, വളവും തിരിവില്ലാത്ത വാക്ക് പറയണേ, നല്ല വാക്ക് നേരെയുള്ള വർത്താനം പറയാ. ആളുകളെ പറ്റിക്കുന്നത് പറയരുത്, മോശമാകുന്നതൊന്നും പറയരുത്, ആരെയും പരിഹസിക്കരുത്. നമ്മളെ നാവ് കൊണ്ട് സംസാരിച്ചിട്ട് വേറൊരാളുടെ കണ്ണ് അവന് മോശമായ പോകുന്നവർക്ക് നനഞ്ഞു പോകരുത്. നമ്മളൊരാളെ ആക്ഷേപിക്കുക, അയാളൊരു സാധുവാണ്, മറുപടി പറയാൻ കഴിയില്ല. നമ്മൾ ടൗണിൽ നിന്ന് ഭയങ്കര സൗണ്ട്, ഞാനൊരാളെ ഇങ്ങനെ ചീത്ത വിളിക്കാം അല്ലെങ്കിൽ എങ്ങനെ കുറ്റപ്പെടുത്താം, ആ സാധു വളരെ വിഷമിച്ചിട്ട് കരയാണ്. അള്ളാഹ് വിടൂലട്ടോ, അള്ളാഹു വിടൂല. ചില ആള് പറയില്ലേ, എന്റെ അടുത്ത് പറഞ്ഞാ ജയിക്കാൻ ഒറ്റനും കഴിയില്ല, അത് അപകട. ചില ആള് പറയില്ല അങ്ങനെ, എന്റെ അടുത്ത് പറഞ്ഞാൽ ജയിക്കൂല. എന്റെ ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ലേ? എന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് വേണം ഇരുത്തുന്നത്. അപകടമാണ്. ഈ ദുനിയാവിലാണ് ഇരുത്തലും കടത്തലും, ബാക്കിയുള്ളതൊക്കെ ആഖിറത്തിലെ ഒന്നും നടക്കൂല. അപ്പൊ അതുകൊണ്ട് ആരെയും നമ്മുടെ നാവ് കൊണ്ട് പ്രയാസപ്പെടുത്താൻ പാടില്ല, എങ്ങനെയും പ്രയാസപ്പെടുത്താൻ പാടില്ല. ആരെയും നിങ്ങൾ ആക്രമിക്കരുത്. നാവ് കൊണ്ടാണ് ഏറ്റവും വലിയ ആക്രമണം ഉണ്ടാകുക. വെറുതെ എന്തെങ്കിലും, നാവിന്റെ ഇന്നത്തെ ഒരു പതിപ്പാണ് സോഷ്യൽ മീഡിയയിലെ ടൈപ്പിംഗ്. കേൾക്കണോ? ഞാൻ മിനിയാന്ന് ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞില്ലേ, ആ ചെറുപ്പക്കാർക്കൊക്കെ അള്ളാഹു സന്തോഷം നൽകട്ടെ. ഈ ക്ലാസ് അവർക്ക് മനസ്സിലാകുന്നതിന്റെ ഒരു അടയാളാണ് തക്ബീറിൽ നിന്ന് പറഞ്ഞല്ലോ. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോ ഇത് ഈ മൊഴിമാറ്റം നടത്തിയ ഉസ്താദ് ഉണ്ടല്ലോ, ആ ഉസ്താദിനോട് ആ കൂട്ടത്തിലുള്ള സ്റ്റേജിൽ തന്നെ ഇരുന്ന അവരുടെ ലീഡർ, അവരുടെ കൂട്ടത്തിലുള്ള ഒരു ലീഡർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്, ചിരിച്ചിട്ടും അല്ലാതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താണ് അവർ പറയുന്നത്, കൗതുകം കൊണ്ട് ചോദിച്ചാൽ എന്താണ് പറയാൻ നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അപ്പൊ ഈ ഉസ്താദ് പറഞ്ഞു, ഉസ്താദേ അവര് പറയുന്നത്, ഉസ്താദ് ഇപ്പൊ നമ്മളോട് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് സംസാരിക്കാൻ നാവില്ലാത്തത് കൊണ്ട്, കേൾക്കാൻ കാതിന് കഴിയാത്തത് കൊണ്ട് നിങ്ങൾ ആ വിഷയത്തിൽ ഹിസാബ് എടുക്കാണ്ട് നിങ്ങൾ സ്വർഗത്ത് പോകുന്നു പറഞ്ഞില്ലേ. സത്യത്തിൽ അത് ഉസ്താദ് നമ്മളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞല്ലേ. ഇയാള് പറയണത് നമ്മൾ ആ പണി കൈകൊണ്ടെടുക്കുന്നുണ്ട്, അപ്പണി നിങ്ങൾ നാവുകൊണ്ടെടുക്കുന്ന പണി നമ്മൾ കൈകൊണ്ടെടുക്കുന്നുണ്ട്. എനിക്കപ്പം മനസ്സിലായത് എന്താ അറിയോ, അവര് കുറെ കുറ്റം ചെയ്യുന്നുണ്ട് എന്നല്ല. ഞാൻ അന്നേരം മനസ്സിലാക്കിയത്, അൽഹംദുലില്ലാഹ് നമ്മൾ ഈ പറഞ്ഞ കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, ഓർ കൽവിൽ ഇത് കയറിയോണ്ടല്ലോ അങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ റൂട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പക്ഷെ അദ്ദേഹത്തെ അവരുടെ താഴ്മയുടെ, അവരുടെ തവാളുവിന്റെ വാക്കാണത്. നമ്മൾ മോശക്കാരാണ്, നമ്മൾ വലിയ ആളാണെന്ന് തോന്നാതിരിക്കാനുള്ള സംസാരം കൊണ്ട്, അവരുടെ ഈമാൻ കൊണ്ട് അവർ പറയാണെന്ത്, നിങ്ങൾ നാവ് കൊണ്ട് ചെയ്യണ തെറ്റുകൾ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിനായിരിക്കും. നിങ്ങൾ ആലോചിക്കൂ, നമ്മളോ, നമ്മൾ കൈയും കാലും കണ്ണും അവയവങ്ങൾ മുഴുവനും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹു ചോദിക്കൂലേ, അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ, അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ആരെയും സങ്കടപ്പെടുത്തരുത്, ആരെയും നാവുകൊണ്ട് വേദാറാക്കരുത്, ആരെയും ബുദ്ധിമുട്ടാക്കാൻ നാവുകൊണ്ടെന്നല്ല ഒരു നിലക്കും ഒരാളെയും പ്രയാസപ്പെടുത്തരുത്. നല്ല വാക്കുകൾ മാത്രമേ പറയാവൂ. കച്ചവടം ചെയ്യുന്നവരല്ലാത്തവരും കളവ് പറയാൻ പാടില്ല. ഖൗലൻ സദീദാ, നല്ല വാക്ക്, നേരായ വാക്ക് പറയണം. കച്ചവടം നടത്തുന്നയാള്, അള്ളാഹു കച്ചവടക്കാർക്കെല്ലാം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.
ഉദാഹരണം പറയാം, ഫ്രൂട്ട്സ് വിൽക്കണ ഒരാൾ 2 ദിവസം കൊണ്ട് തീർന്നു പോലെങ്കിൽ 1 ദിവസം കൊണ്ട് തന്നെ അതിന്റെ പണി കഴിയുമെന്ന് ഇയാൾക്കറിയാം. എന്നാൽ പിന്നെ ഒരാഴ്ച വരെ ഇത് ഉണ്ടാവില്ലെങ്കിൽ 10 ദിവസം വരെ പേടിക്കണ്ടെന്ന് പറയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ കളവ് പറയാൻ പാടില്ല. അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ളം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു മഹാനവർകൾ കച്ചവടക്കാരനാണ്, നല്ല ബിസിനസ് ഉണ്ട്, അദ്ദേഹത്തിന് വേലക്കാരുമുണ്ട്. ഇമാമുൽ അഅ്ളം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് പറഞ്ഞേക്കാണ് വേലക്കാരന്. നല്ല സാധനം കൊടുത്തയച്ച് പോകുന്ന പോക്കിൽ ഈ വേലക്കാരനോട് പറഞ്ഞു, മോനെ ഈ സാധനത്തിന് ഒരു അയ്ബുണ്ട്, ഇതിനൊരു ന്യൂനതയുണ്ട്, അത് പറഞ്ഞിട്ടേ നീ ആളുകൾക്ക് വിൽക്കാവൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇയാള് പോയി സാധനം ഇറക്കുമ്പോഴേക്ക് ആളെല്ലാം വാങ്ങിയിട്ട് സംഗതി അങ്ങ് പോയി, നല്ല ലാഭം കിട്ടി തിരിച്ചു വരികയാണ്. സന്തോഷമായി അബൂ ഹനീഫ തങ്ങൾക്ക്. മഹാനവറുകൾ ഈ ലാഭമൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഈ വേലക്കാരനോട് ചോദിക്കുന്നല്ല, ഈ സാധനത്തിനൊരു അയ്ബുണ്ട്, അത് പറയണോന്ന് ഞാൻ പറഞ്ഞില്ലേ, നീ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇയാള് പറയുന്ന, ശൈഖേ ഇമാമവർകളെ, ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞതല്ല. ഈ സാധനം കൊണ്ട് അവിടെ എത്തുമ്പോഴേക്ക് ആളുകൾ തിക്കും തിരക്കും കൂടി തങ്ങ് വാങ്ങിക്കഴിഞ്ഞു, പറയാൻ മറന്നുപോയി, പറയാൻ പറ്റിയില്ല. ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ളം തങ്ങള് ഈ സ്വത്തും അതിന്റെ ലാഭം മുഴുവനും ഈ വേലക്കാരൻ തന്നെ കൊടുക്കാണ്. എന്നിട്ട് പറയുന്നു, നീ മനഃപൂർവ്വം അത് വിട്ടുകളഞ്ഞതല്ലാത്തതിനാൽ, ബോധപൂർവം വിട്ടുകളഞ്ഞതല്ലാത്തതിനാൽ നിന്നെ ഞാൻ ശിക്ഷിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ ലാഭവും ഇതിന്റെ വിഹിതവും ഒന്നും എനിക്ക് വേണ്ട. കച്ചവടക്കാരും ശ്രദ്ധിക്കണം, ഏതു മനുഷ്യനും ശ്രദ്ധിക്കണം. വഖൂലൂ ഖൗലൻ സദീദാ, നല്ല വാക്കേ പറയാവൂ. ഇലക്ഷന് സ്ഥാനാർത്ഥിയായിട്ട് പോകുന്നവൻ എന്തെല്ലാം പറയാ, നിങ്ങളെ ഞാൻ സ്വർഗത്തിലെത്തിക്കുന്നെല്ലാം പറയും. സുബ്ഹാന ജല്ല ജലാൽ. ഇതൊരു പരക്കത്തിൽ പാലുണ്ട്, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഓൻ 5 കൊല്ലം കഴിഞ്ഞ് കാണണമെങ്കിൽ പറയാൻ പാടില്ല. പറ്റുന്നതേ പറയാവൂ, ചെയ്യാൻ കഴിയുന്നതേ പറയാവൂ, ബടായി വിടാൻ പാടില്ല. ഇങ്ങനെ സംസാരിച്ചാൽ ഇങ്ങനെ ഉണ്ടായാൽ, നിങ്ങൾ തഖ്വയോടെ ജീവിക്കൂ, നിങ്ങൾ നല്ല വാക്ക് പറയൂ. എന്നിട്ട് അല്ലാഹു പറയുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അമലുകളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല റെഡിയാക്കി തരും. നിങ്ങളെ ദോഷങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് ചെയ്തു തരും. നമ്മളെ സ്വഭാവം നന്നാകും. നല്ല വാക്ക് പറഞ്ഞാൽ, അല്ലാഹനെ പേടിച്ച് ജീവിച്ചാൽ നമ്മളെ സ്വഭാവം നന്നാകും, ചുറ്റുപാടുകൾ നന്നാകും, നമ്മളെല്ലാ അമലുകളും സ്വീകരിക്കപ്പെടും. പിന്നെയോ ദോഷങ്ങളെല്ലാം മാപ്പ് ചെയ്ത് കിട്ടും, കുറ്റങ്ങളെല്ലാം പുറത്തു കിട്ടും, എല്ലാ ന്യൂനതകളും അല്ലാഹു തആല പരിഹരിച്ചു തരും. എന്നിട്ട് അല്ലാഹു പറയുന്നു, വമൻ യുതിഇല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുസരിക്കുന്നവർ ഫഖദ് ഫാസ ഫൗസൻ അളീമാ, അവൻ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നവനാണ്. ഭൂരിപക്ഷം എന്ന് ഞാൻ എന്റെ വാക്കിൽ പറഞ്ഞതാ. ഫൗസൻ അളീമാ, വലിയ വിജയം, ഫുൾ മാർക്ക് കിട്ടിയ വിജയം, A+ ഫുള്ള് കിട്ടിയ വിജയം, നല്ല ഭൂരിപക്ഷമുള്ള വിജയം, ചോദ്യം ചെയ്യപ്പെടാത്ത വിജയം. ഫഖദ് ഫാസ ഫൗസൻ അളീമാ, ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും അളമത്തുള്ള വിജയം വിജയിക്കുന്നതാണ് ആര്? അല്ലാഹുവിനെയും അവന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുസരിക്കുന്നവരാണ് ആഖിറത്തിൽ വിജയിക്കുക. അവിടെയാണ് വിജയിക്കേണ്ടത്. ഞാനൊന്ന് ആദ്യത്തിലേക്ക് തന്നെ വരട്ടെ. ദുനിയാവിന്റെ ഏറ്റവും ചെറിയ സൗഭാഗ്യത്തിന്, ദുനിയാവിലെ ഏറ്റവും ചെറിയ സ്ഥാനത്തിന്, ഏറ്റവും ലോക്കലായ പഞ്ചായത്ത് മെമ്പറാകാൻ എന്തൊരധ്വാനമാണ്, എന്തൊരു കഷ്ടപ്പാടാണ്. എത്ര രാത്രികളിലാണ് ഉറക്കമൊഴിയുന്നത്, എത്ര പൈസയാണ് ചെലവാക്കുന്നത്, എന്തൊക്കെയാണ് ആളുകൾക്ക് വാങ്ങിക്കൊടുക്കുന്നത്. ഒരു 10 വോട്ട് കിട്ടുമെങ്കിൽ എന്തൊക്കെ ഓഫറാണ് കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്,
നിങ്ങൾക്ക് ആഖിറത്തിൽ വിജയിക്കണോ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ലിഖായിലെത്തണോ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കണോ, അല്ലാഹുവിനെയും അവന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുസരിച്ചേ പറ്റൂ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. നല്ല ഇബാദത്ത് ചെയ്യാ, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, നാട്ടിൽ സേവനം ചെയ്യുന്ന പ്രവർത്തകന്മാരുണ്ട്. കമ്മിറ്റിക്കാർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും കുടുംബത്തിനൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ശമ്പളം കൊടുക്കുന്ന ആളല്ലല്ലോ നമ്മളൊന്നും, അല്ലെ? ശമ്പളം കൊടുക്കുന്ന ആളൊന്നും ഉണ്ടാവില്ല. ശമ്പളം പറ്റുന്ന ആൾ സെക്രട്ടറി പ്രസിഡന്റ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. സേവനമാണ്, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. മദീനത്ത് ഒരു വീട്ടിൽ ഒരു ചെറിയ ചർച്ച നടക്കുകയാണ്. രാവിലെ ഒരു സുബഹി കഴിഞ്ഞ സമയത്ത്, പ്രഭാത സമയത്ത് മദീനയിലെ ഒരു വീട്ടിൽ ഒരു ചർച്ച. ഒരു ഉമ്മയും മകളുമേ അവിടെ ഉള്ളൂ. ഉമ്മ മോളോട് പറയുന്നു, മോളെ, സാധാരണ നമുക്ക് പാല് കറന്നു തരാറുള്ളത് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇന്നലെ നടന്ന ബൈഅത്തിന്റെ ചടങ്ങിൽ മുസ്ലിം ലോകത്തിന്റെ ഖലീഫയായി, നമ്മുടെ ഭരണാധികാരിയായി, രാജ്യത്തിന്റെ പ്രസിഡന്റായി, മുത്തായ തങ്ങളുടെ പിൻഗാമിയായി, ഖലീഫയായി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരമേറ്റിട്ടുണ്ട്. ഇനിയിപ്പോ ആരാണ് നമുക്ക് പാല് കറന്നു തരിക? പ്രായമുള്ള ഉമ്മയില്ലെങ്കിൽ ക്ഷീണിച്ച ഉമ്മയും ചെറിയ മോളും. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഇനി ആരുണ്ടല്ലാ സഹായിക്കാൻ? ഇതുവരെ വന്നത് മദീനയിലെ വലിയ പവറുള്ള പ്രമാണിയാണ്, മക്കയിലെ വലിയ പ്രമാണിയാണ്, മക്കയിലെ വലിയ നേതൃത്വമാണല്ലോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങള്. മദീനയിലും എല്ലാരും ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷെ പാവപ്പെട്ട ഒരു ചെറ്റക്കുടിലെ ഒരു ഉമ്മയ്ക്കും ഒരു മകൾക്കും അവിടെയുള്ള മൃഗത്തിന്റെ പാല് കറന്നു കൊടുക്കാൻ ദിവസവും മെനക്കെട്ട് വരുന്ന ആളാണ് ഈ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഖലീഫയായി അധികാരമേറ്റാൽ പിന്നെ എങ്ങനെയാണ് ഈ കുടിലിലേക്ക് വരിക? അതാണ് അവരുടെ ആശങ്ക. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചെറ്റപ്പുരയുടെ മുറ്റത്തൊരു കാൽപ്പെരുമാറ്റം കേൾക്കുന്നത്. ആരോ ഒരാൾ നടന്നു വരുന്നത് പോലെ പെട്ടെന്നൊരു ഒരു തൊണ്ടയനക്കണ ശബ്ദം എന്നൊരു ശബ്ദം കേൾക്കുകയാണ്. ഒരു തൊണ്ടയനക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. മോളെ, ആരോ വന്നിട്ടുണ്ട്. വാതിൽ തുറന്നു നോക്കുമ്പോൾ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാജ്യത്തിന്റെ ഖലീഫ പട്ടമേറ്റെടുത്തതിന്റെ പിറ്റേ ദിവസം പുലർച്ചയിൽ തന്നെ പാവപ്പെട്ട ആ ഉമ്മയുടെ മകളുടെ വീട്ടിലെ കറവക്കാരനായി കടന്നു വരാനുള്ള വിശാലമായ ഹൃദയത്തിന്റെ പേരായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിൽ ഉണ്ടാക്കിയ സംസ്കരണം. അല്ലാഹുവിനെയും ഹബീബിനെയും അനുസരിക്കാന്ന് പറഞ്ഞില്ലയോ? ഏതാണ് ഈ ടീം? സുബ്ഹാന ജല്ല ജലാലു. ഒരു പശു അടുത്ത വീട്ടിലേക്ക് കയറി, ഒരു പശു ഒരു വീട്ടിലെ മൃഗം അടുത്ത വീട്ടിലേക്ക് കയറിപ്പോയാൽ, ഒരാട് അടുത്ത പറമ്പിൽ ഈ പറമ്പിലേക്ക് കയറിപ്പോയാൽ അതിനു വേണ്ടി വാളെടുക്കുന്ന ആള്, കോഴിപ്പുറത്തെ പെറുക്കിയൊക്കെ വന്ന കുഴപ്പമുണ്ടാക്കുന്ന ആള്, എന്തൊരു മനുഷ്യന്മാരായിരുന്നു അവര്, മക്കക്കാര്, മദീനക്കാര്. അല്ലാഹ്, ഇത്രയും വലിയ സൗഹൃദത്തിലേക്കും സ്നേഹത്തിലേക്കും മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു വശിദ്ദാഉ വലൽ കുഫാരി റഹമാഉ ബൈനഹും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വല്ലദീന മഅഹു തങ്ങളെ കൂടെയുള്ള സ്വഹാബികളും അശിദ്ദാഉ വലൽ കുഫാർ ശക്തമായി പ്രതികരിക്കുന്ന അക്രമകാരികളായ അവിശ്വാസികൾക്കെതിരെ ശക്തമായി പ്രതിരോധം തീർക്കുന്നവരാണെങ്കിലും റുഹമാഉ ബൈനഹും അവർക്കിടയിൽ അവർ വലിയ കാരുണ്യമുള്ളവരാണ്. അവരുടെ ഇടയിലെ കാരുണ്യം, സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല ആ മഹാന്മാരെ സ്വർഗത്തിൽ കാണാൻ അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. എന്തിനാണ് അവരെ ചെയ്തത്? വിജയിക്കാനാ.
ആഖിറത്തിൽ രക്ഷപ്പെടാനാണ്. അല്ലാഹ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് നാലാമനിൽ രണ്ടാമനാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കർശനമായ ഗൗരവക്കാരനാണ്. മക്കയിലുണ്ടായ സമയത്ത് ഒരുപാട് പോക്കിരിത്തരങ്ങൾ കാണിച്ച ആളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വാളുയർത്തിപ്പിടിച്ച് വന്നതാണ്. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വരുന്നതിന്റെ ഇടയിൽ പെങ്ങള് ഫാത്തിമയും സെയ്ദും ഭർത്താവ് സെയ്ദും മുസ്ലിമായിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ പെങ്ങളെയും അളിയനെയും കൂടി ശരിയാക്കാൻ വേണ്ടി ആ വീട്ടിലേക്ക് വന്നപ്പോൾ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ, പരിശുദ്ധ ഖുർആനിന്റെ വശ്യമനോഹാരിതിയിൽ കൽബുടക്കിയിട്ട് ദീനിലേക്ക് കടന്നു വന്ന ആളാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ റളിയല്ലാഹു അൻഹു ആണ് അമീറുൽ മുഅ്മിനീനായി ഇസ്ലാമിക ഭരണചക്രവാളത്തിലെ രണ്ടാമത്തെ ഖലീഫയായി അധികാരമേറ്റത്. ആ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലുള്ള ഏടുകൾ എത്ര വലുതാണ്, അവരെത്രമാത്രം വലിയ വിശാലമായ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ലോകമാണ് നിർമ്മിച്ചെടുത്തത്. ഓ സഹോദരങ്ങളെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രകൃതി എന്ന് പറയുന്നത് രാത്രി സമയത്ത് മഹാനവറുകൾ ഇങ്ങനെ സഞ്ചരിക്കുമായിരുന്നു. രാത്രി ഉറങ്ങാതെ സഞ്ചരിക്കുമായിരുന്നു. ഭരണാധികാരിയാണ്. എന്തിനാ സഞ്ചാരം എന്നറിയോ? അതാരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടോ, സങ്കടപ്പെടുന്നുണ്ടോ, തന്റെ അധികാര പരിധിയിൽ ആർക്കെങ്കിലും വിഷമമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള സഞ്ചാരമാണ്. ഉറക്ക് കിട്ടുന്നില്ല. സുബ്ഹാനല്ലാഹ്. രാത്രി കിടന്നിട്ട് ഭരണാധികാരിക്ക് ഉറക്ക് വരുന്നില്ല. 1000 പറാബുകാരെ വേണമെങ്കിൽ കാവൽ നിർത്താമായിരുന്നു. 1000 പറാബുകാരെ, 10000 പറാബുകാരെ കാവൽ നിർത്തിയിട്ട് കൂർക്കം വലിച്ചുറങ്ങാമായിരുന്നു. പക്ഷെ ഉറങ്ങുന്നില്ല. റളിയല്ലാഹു അൻഹു നടക്കുമ്പോൾ പല സ്ഥലങ്ങൾ അങ്ങനെ സഞ്ചരിക്കാറുണ്ട്. ഒരു ദിവസം സഞ്ചരിച്ചങ്ങനെ പോകുമ്പോഴാണ് ഒരു സ്ഥലത്ത് ഇങ്ങനെ തീ കത്തിക്കുന്നത്, ഉയർന്നുയർന്ന് പുകയിങ്ങനെ പൊങ്ങുന്നത് കാണുന്നത്. റളിയല്ലാഹു അൻഹു ആ വഴിയിലൂടെ അങ്ങ് നടന്നു. പുക പൊങ്ങണ സ്ഥലത്തേക്ക് എത്തി നോക്കുമ്പോൾ കുറെ ഇലകൾ ഇങ്ങനെ തണുത്ത ഒരു സമയമാണ്. ഇലകൾ കൂട്ടിയിട്ട് ഒരാൾ തീയിടുകയാണ്. ആളാരാണ്? ഒരു അറാബിയാണ്. താടിമുടിയെല്ലാം ജടപിടിച്ചൊരു മലമ്പ്രദേശത്ത് താമസിക്കുന്ന ഒരാളാണ്. കാണുമ്പോൾ തന്നെ ഒരു പരുപരുക്കൻ സ്വഭാവമാണ്. റളിയല്ലാഹു അൻഹു ഈ തീ കത്തിക്കുന്ന ആളടുക്കൽ പോയി സലാം ചൊല്ലി. അയാൾ സലാം മടക്കി. റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്ന, അല്ല സഹോദരൻ, നിങ്ങൾ എന്തിനാണ് ഈ പാതിരാ സമയത്ത് ഈ റോഡ് സൈഡിൽ തീയിടുന്നത്? അദ്ദേഹം അതിനെ പരിഗണിക്കാതെ മറുപടി പറയാതെ പിന്നെയും തീ കത്തിക്കാണ്. റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നിങ്ങൾ ചോദിച്ചത് കേട്ടില്ലേ, നിങ്ങൾ എന്തിനാണ് ഈ പാതിരാ സമയത്ത് വഴിവക്കിൽ തീയിടുന്നത്? വന്നയാള് ഖലീഫയാണെന്ന് വേഷത്തിലോ സംസാരത്തിലോ പ്രകൃതിയിലോ മനസ്സിലാകൂല. ഫഖീറിന്റെ കോലമാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരു സഹായവും തരാൻ കഴിയാത്ത ആളാണ്. നിലക്ക് ഗവൺമെന്റ് ചെയ്തിട്ട് ഇയാൾ ഇങ്ങനെ പിന്നെയും നോക്കുമ്പോൾ മൂന്നാമതും റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന, എന്തിനാണ് തീ കത്തിച്ചതെന്നല്ലേ കൂട്ടുകാരാ ചോദിച്ചത്? അയാൾ ഇങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടിമുടി നോക്കിയിട്ട് പറയുന്ന, നിങ്ങൾ ചോദ്യങ്ങളോട് പറഞ്ഞിട്ട് വലിയ കാര്യമില്ലെങ്കിലും ചോദിച്ചത് കൊണ്ട് പറയാം. 2 മലകൾക്കപ്പുറമാണ് ഞാനും എന്റെ ഭാര്യയും താമസിക്കുന്നത്. ജോലിയില്ല, കൂലിയുമില്ല, ശമ്പളവുമില്ല, ജീവിക്കാൻ മാർഗങ്ങളൊന്നുമില്ല. മദീനയിൽ ഉമറിന്റെ ഗവൺമെന്റ് നൽകുന്ന മാസത്തിൽ നൽകുന്ന റേഷനുണ്ട്. ആ റേഷൻ കൊണ്ടാണ് ഞാനും എന്റെ ഭാര്യയും എന്റെ കുട്ടികളൊക്കെ ജീവിക്കുന്നത്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞുപോയി. ഇപ്പോൾ എന്റെ ഭാര്യ ഗർഭിണിയുമാണ്, പ്രസവം എടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് വരുമ്പോ അടുത്ത മാസം വരാൻ പറ്റില്ല, കാരണം ഭാര്യ ഗർഭിണിയാണ്. പ്രസവം വന്നാൽ വേറെ സൂക്ഷിക്കാൻ ആളില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയെയും കൂട്ടിയിട്ട് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയതാണ്.
എന്താണ്? പറ്റുമെങ്കിൽ ഖലീഫയെ നേരിൽ മുഖം കാണിക്കണം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ട് ഈ മാസത്തെ റേഷനും അടുത്ത മാസത്തെ റേഷൻ കിട്ടുമെങ്കിൽ അതും കൂടി വാങ്ങാൻ ഭാര്യയും കൂട്ടി രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയതാണ്. കയ്യിൽ യാത്രക്ക് കരുതാൻ കാര്യമായ സംഗതിയൊന്നുമില്ല. ഖൈമ എന്നുള്ളൊരു സാധനമുണ്ട്. ആവശ്യം വന്നാൽ നിവർത്തിയിട്ട് പന്തല് പോലെ കെട്ടും, ആവശ്യം കഴിഞ്ഞാൽ ചുരുട്ടി കക്ഷത്തിൽ വെക്കും. അങ്ങനെ ഒരു സാധനം ഇല്ലാതെ വേറൊന്നുമില്ല. ഭാര്യയും കൂട്ടിയിട്ട് ഇറങ്ങി. നല്ല വിശക്കുന്നുണ്ട്, നല്ല വിശക്കുന്നുണ്ട്, ക്ഷീണമുണ്ട്. മലയെല്ലാം കയറി ഇറങ്ങി വൈകുന്നേരമാകും ഇവിടെ എത്തി. ഞങ്ങൾക്ക് ഈ ഭാഗമൊന്നും അത്ര പരിചയമില്ല. ഇവിടെ എത്തി നോക്കുമ്പോൾ ഭാര്യക്ക് എന്തോ ഒരു ക്ഷീണമാണ്. അവൾക്ക് പ്രകൃതി അങ്ങ് മാറിപ്പോയി. പ്രസവ വേദനയാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഉടനെ ഞാൻ ഖൈമ നിവർത്തിയിട്ട് എന്റെ ഭാര്യയെ ആ ഖൈമയിൽ കിടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് റളിയല്ലാഹു അൻഹു ആ ഖൈമ ശ്രദ്ധിക്കുന്നത്. അതിൽ എന്റെ ഭാര്യയുണ്ട്. ഞാൻ എന്തിനാ തീ കത്തിച്ചതെന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? ഇവിടെ അടുത്ത് വീടുകൾ കാണുന്നില്ല ഒരു സഹായം ചോദിക്കാൻ. ഇവിടെ ഭാര്യയെ തനിച്ചാക്കി ദൂരെ പോകാൻ ധൈര്യവും പോരാ. പക്ഷെ ഇത് വഴിയാത്രക്കാർ സഞ്ചരിക്കുന്ന സ്ഥലമാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ അവരെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഇലകൾ കൂട്ടി തീയിട്ടത്. അത് അറബികളുടെ ഒരു സ്വഭാവമാണ്. കുറെ സമയം മണിക്കൂറുകളായി തീയിടുന്നു, പക്ഷെ ഒരാളും ഇതുവരെ സഹായത്തിനെത്തിയില്ല. അവസാനം വന്ന് ഞങ്ങൾ എന്തെങ്കിലും അങ്ങോട്ട് തന്ന് സഹായിക്കേണ്ട കോലത്തിലുള്ള നിങ്ങളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഈ മനുഷ്യനെ അറാബി അങ്ങ് പറഞ്ഞു നിർത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ഹൃദയം അങ്ങ് പതറിപ്പോയി, വിറച്ചുപോയി. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന, സഹോദരാ, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കൂ, ഞാനിപ്പോൾ വരാം. മദീനയിലേക്ക് നടക്കല്ല, ഓടുകയാണ്. തന്റെ വീട്ടിൽ പാതിരാ സമയത്ത് പോയി ആ ചെറ്റപ്പുര, കൊട്ടാരമല്ല ഖലീഫയുടെ ചെറ്റപ്പുര, ആ പുരയുടെ കതകിനും ഇങ്ങനെ ആഞ്ഞാഞ്ഞ് മുട്ടുകയാണ്. ചെറുപ്പക്കാരിയായ ഭാര്യ ഉമ്മു കുൽസും ബീവി റളിയല്ലാഹു തആല അൻഹാ വാതിൽ തുറന്നിട്ട് വിളിക്കുകയാണ്, മർഹബാ 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 അഹ്ലൻ വസഹ്ലാ. സാധാരണ സുബഹിക്കൊക്കെയാണ് വരാറുള്ളത്. ഇതിപ്പോ നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന പോലെ ഉണ്ടല്ലോ. ക്ഷീണമുണ്ടാകും, വരൂ വിശ്രമിക്കാം. ഭർത്താവ് നേരത്തെ വന്ന സന്തോഷത്തിൽ ഖലീഫയായ ഭർത്താവിനെ വീട്ടിലേക്ക് വിശ്രമിക്കാൻ ക്ഷണിക്കുകയാണ് ഉമ്മു കുൽസും ബീവി റളിയല്ലാഹു അൻഹാ. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, പെണ്ണേ, ഞാൻ വിശ്രമിക്കാൻ വന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറന്നു വെച്ച് നമ്മളെ മാടി മാടി വിളിക്കുന്നുണ്ട്, പോരുമോ നീ എന്റെ കൂടെ? ഭാര്യയും പെട്ടെന്ന് റെഡിയാവുകയാണ്. ഗോഡൌൺ തുറന്നിട്ട് കുറച്ച് യവത്തിന്റെ പൊടി എടുക്കുന്നു, ഈത്തപ്പഴം എടുക്കുന്നു, ഒലീവിന്റെ എണ്ണ എടുക്കുന്നു, ഒരു കെട്ടാക്കുന്നു. ഖലീഫ തന്നെ തലയിൽ വെക്കുന്നു. നടക്കുമ്പോൾ ഭാര്യ പറയുന്നു, അമീറുൽ മോമിനീൻ, കെട്ട് ഞാൻ എടുക്കാം. വേണ്ട വേണ്ടേ, എന്റെ ചുമട് ഞാൻ തന്നെ എടുത്തോളാം, നീ എന്റെ പിന്നാലെ വന്നാൽ മതി. ഭാര്യ ഉള്ളതിനാൽ ആ ഒരു സ്പീഡ് ഒപ്പിച്ചിട്ടെന്നാലും പരമാവധി വേഗതയിൽ നടക്കുകയാണ്. നേരത്തെ തീ കത്തിക്കുന്ന അറാബിയുടെ പരിസരത്തെത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറയുന്നു, പെണ്ണേ, നിന്നെ പോലോത്തൊരു പാവപ്പെട്ട പെണ്ണ് ആ ഖൈമയിൽ പ്രസവ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. നീ ആ പെണ്ണിന് പോയി ശുശ്രൂഷ ചെയ്യൂ, വേണ്ട സൗകര്യം ഒരുക്കൂ. ഞാൻ ആ പാവപ്പെട്ട മനുഷ്യന് റൊട്ടി ചുട്ട് കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഭാര്യയെ ആ ഷെഡിലേക്ക് അയക്കുകയാണ്, ഖൈമയിലേക്ക് അയച്ചിട്ട് വെള്ളമെടുത്തിട്ട് പൊടി അങ്ങ് കുഴച്ചിട്ട് കല്ലിന്റെ മേലെ വെച്ച് പരത്തിയിട്ട് അറാബി കത്തിച്ച തീയിന്റെ മേലെ കാണിച്ചിട്ട് റൊട്ടി അങ്ങ് റെഡിയായപ്പോൾ അതൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് എണ്ണയും പുരട്ടി അതിന്റെ മേലെ കൊണ്ടുവന്ന ഈത്തപ്പഴവും വെച്ചിട്ട് തികായുന്ന അറാബിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഭക്ഷണം കഴിക്കൂ സഹോദരാ, വിശപ്പകറ്റൂ. രാജ്യം ഭരിക്കുന്ന ഖലീഫയെ മനസ്സിലാകാത്ത അറാബി റൊട്ടി വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് റൊട്ടി വാങ്ങിയിട്ട് അതിവേഗം തിന്നുകയാണ്. ഏകദേശം പകുതി റൊട്ടി ഉള്ളിലെത്തിയപ്പോ ഇയാളെ വിശപ്പിന്റെ കാഠിന്യം ഒരൽപ്പം ശമിച്ചപ്പോൾ രണ്ടാമതും റൊട്ടി ചുട്ടുകൊണ്ടിരിക്കുന്ന, തീ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഖലീഫയോട് ഈ മനുഷ്യൻ ഇങ്ങനെ ചോദിക്കുന്നല്ല, എന്റെ സങ്കടം നിങ്ങളോട് അവതരിപ്പിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കാൻ ഞാൻ മറന്നു
മറന്നുപോയി, നിങ്ങൾ ക്ഷമിക്കണേ. ഈ പതിരാ സമയത്ത് ഭാര്യനെയും കൂട്ടി വന്ന് ഖിദ്മത്ത് ചെയ്ത് എനിക്ക് റൊട്ടി ചുട്ട് തരുന്ന നിങ്ങൾ ആരാണ്? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞാനൊരടിമയാ, ഖലീഫയാണ് എന്നല്ല, ഞാനൊരടിമയാണ്. അള്ളാന്റെ അടിമ എന്നുള്ള നിലക്കാണ് പറഞ്ഞത്. എല്ലാരും അള്ളാന്റെ അടിമയാണല്ലോ. അടിമയാണ് എന്ന് പറഞ്ഞപ്പോൾ അറാബിന്റെ ചോദ്യം, അടിമകൾക്ക് രാത്രി സഞ്ചാര സ്വാതന്ത്ര്യമില്ലല്ലോ, അടിമകൾക്ക് മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റൂലല്ലോ, നിങ്ങൾ എങ്ങനെയാ പുറത്തിറങ്ങിയത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, എന്റെ യജമാനൻ വളരെ നല്ലവനാണ്. ഖൈറായ സംഗതിക്കാണെങ്കിൽ, നന്മക്കും സമൂഹ സേവനത്തിനുമാണെങ്കിൽ ഏത് പാതിരാക്കും എവിടെ പോകാനും എന്റെ യജമാനൻ എനിക്ക് സമ്മതം തന്നിട്ടുണ്ട്. അറാബി പറയും, നിങ്ങളെ യജമാനൻ വളരെ നല്ലവനാണല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ യജമാനനെ പോലെ ദയാലുവായ മറ്റൊരു യജമാനനില്ല, റബ്ബിനെ പോലെ കാരുണ്യമുള്ളവൻ ആരാണുള്ളത് എന്ന അർത്ഥത്തിനാണ് ഉമർ റളിയല്ലാഹുവിന്റെ ചോദ്യം. അറാബിക്ക് മനസ്സിലായില്ല. അറാബി പിന്നെയും റൊട്ടി തിന്നുകൊണ്ട് ചോദിക്കുന്നല്ല, നിങ്ങളുടെ നാടെവിടെയാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞാൻ മക്കക്കാരനാണ്. നിങ്ങൾ എങ്ങനെയാണ് മദീനയിൽ വന്നത്? എന്റെ യജമാനൻ പറഞ്ഞിട്ട് മാറി താമസിച്ചതാണ്. നിങ്ങൾ മദീനയിൽ വന്നിട്ട് വർഷം എത്രയായി? ഞാൻ 10-20ഓളം കൊല്ലമായി. അപ്പൊ അറാബി ചോദിക്കും, നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹുവിന്റെ മറുപടി, ഉണ്ട്, മുത്തുനബിയെ കണ്ടിട്ടുണ്ട്. അറാബി ചോദിക്കും, നിങ്ങൾ മുത്തുനബിയെ വിശ്വസിച്ചിട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഞാൻ വിശ്വാസിയായിട്ട് തന്നെ മുത്തുനബിയെ കണ്ടിട്ടുണ്ട്. അറാബി പറയുന്ന, അൽഹംദുലില്ലാഹ്, അപ്പൊ നിങ്ങൾ സ്വഹാബിയാണ് അല്ലേ? ഈ സ്വഭാവം സ്വഹാബിന്റെ സ്വഭാവമാണ്. അതെ, ഞാൻ സ്വഹാബിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇയാൾ ഇങ്ങനെ റൊട്ടി ചുട്ടിട്ട് പിന്നെയും ചോദിക്കുന്നല്ല, സഹോദരാ, നിങ്ങൾക്ക് ഖലീഫ ഉമറിനെ പരിചയമുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് ഖലീഫയെ പരിചയമുണ്ട്. ഇയാള് പറയുന്നു, എനിക്ക് ഖലീഫയെ പരിചയമില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ആളുകളൊക്കെ പറയണത് ഭയങ്കര ദേഷ്യം പിടിക്കുന്ന ആളാണ് എന്നാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തലവെട്ടി കളയുന്ന ആളാണ്, പെട്ടെന്ന് ശുണ്ടി കീറുന്ന ആളാണ്, മൂക്കത്ത് മുഞ്ചുള്ള ആളാണ്, എന്തെങ്കിലും തെറ്റ് കണ്ട അപ്പൊ തന്നെ ശിക്ഷിക്കുന്ന ആളാണ്, കർശനക്കാരനാണ്, ഗൗരവക്കാരനാണ്, വല്ലാത്ത സ്വഭാവമുള്ള ആളാണ് എന്നൊക്കെയാണ് നാട്ടുകാര് പറയുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ ഇയാൾ ഇങ്ങനെ പറയുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ്, പാവപ്പെട്ട ഉമറിന്റെ സ്വഭാവത്തെ കുറിച്ച് ഈ സാധു പറയുന്നത് കേട്ടു, ഞാൻ അത്രമാത്രം പരിവരുത്ത സ്വഭാവക്കാരനാണോ അല്ലാഹ്, എത്ര ലളിതമായി എത്ര നല്ല സോഫ്റ്റായി ജനങ്ങളോട് ഇടപെട്ടാലും അവരെ കൽബിന്ന് പേടി പോകുന്നില്ലല്ലോ അല്ലാഹ്. ഇവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്റെ സ്വഭാവം ഒന്ന് നന്നാക്കി തരണേ അല്ലാഹ്. ഖലീഫയെ കുറ്റം പറഞ്ഞുകൊണ്ട് റൊട്ടി തിന്നുകയാണ് ഈ മനുഷ്യൻ. ഇയാള് പറയുന്നത്, നിങ്ങൾ സഹോദര, നിങ്ങൾക്ക് എന്റെ അവസ്ഥ മനസ്സിലായല്ലോ. ഖലീഫയെ കുറിച്ച് എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഒന്നുകിൽ എന്റെ ഭാര്യ പ്രസവിക്കും, അല്ലെങ്കിൽ അവള് വേദന മാറി റാഹത്താകും. ഏതായാലും എനിക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോ വീട്ടിൽ ഭക്ഷണമില്ല, റേഷൻ വാങ്ങാതെ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നാളെ മദീനയിലേക്ക് പോയേ പറ്റൂ. ഞാൻ നാളെ ഖലീഫയെ കാണാൻ പറ്റുകയോ അല്ലാതിരിക്കുകയോ ചെയ്താൽ ഈ പ്രസവ വേദന കൊണ്ടുള്ള ഭാര്യയും കൂട്ടിയിട്ട് പോയ വകയിൽ ശിക്ഷിക്കുമോ സഹായിക്കുമോ എന്ന് ഖലീഫന്റെ സ്വഭാവം വെച്ച് പറഞ്ഞുകൂടാ. സഹോദരാ, നിങ്ങൾക്ക് എന്റെ പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ ബോധ്യപ്പെട്ടല്ലോ. അതുകൊണ്ട് നാളെ ഞാൻ മദീനയിൽ വന്നാൽ നിങ്ങൾക്ക് ഖലീഫയെ പരിചയമുണ്ടല്ലോ, ഞങ്ങളെ ആവലാതി ഒന്ന് പറഞ്ഞു നിങ്ങൾ ഖലീഫയോടൊന്ന് റെക്കമെൻഡ് ചെയ്യുമോ?
സുബ്ഹാനല്ലാഹ്, ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഖൈമയുടെ കർട്ടൻ മെല്ലെ മാറ്റിയിട്ട് ഉമ്മു കുൽസും ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവിനെ വിളിക്കുന്നത്. യാ അമീറുൽ മുഅ്മിനീൻ, യാ അമീറുൽ മുഅ്മിനീൻ, യാ അമീറുൽ മുഅ്മിനീൻ. അങ്ങയുടെ സഹോദരൻ, അങ്ങയുടെ സുഹൃത്ത് ഒരാൺകുട്ടിയുടെ വാപ്പയാ എന്ന സന്തോഷം അറിയിക്കൂ അമീറുൽ മുഅ്മിനീൻ. ആൺകുട്ടികൾ ജനിക്കാന്നുള്ളത് വലിയ സന്തോഷമുള്ള കാലമാണ്. പ്രത്യേകിച്ച് അക്കാലഘട്ടം പെൺകുട്ടികളെ കുഴിച്ചു മൂടിയ പരിസരമാണത്. പക്ഷെ ഈ അറാബി അതൊന്നും കേട്ടില്ല. ഭാര്യ പ്രസവിച്ചതോ ഉപ്പയായതൊന്നും അയാള് കേട്ടില്ല. അയാള് കേട്ടത് ആദ്യത്തെ വിളിയാണ് അമീറുൽ മുഅ്മിനീൻ. ആരെയാണ് നിങ്ങളെ വിളിക്കുന്നത്? 30 ലക്ഷം ചതുരശ്ര മൈൽ വിശാലതയുള്ള പ്രവിശാലമായ അറബിക് സാമ്രാജ്യത്തിന്റെ സർവാധിപതിയായ കിസ്റയും കൈസറും കേട്ടാൽ പേടി തോന്നുന്ന, ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ള വലിയ ഗൗരവം പറഞ്ഞ അമീറുൽ മുഅ്മിനാണ് മുമ്പിൽ റൊട്ടി ചുടുന്നത്. കുറ്റം പറഞ്ഞ ആളാണ് റൊട്ടി ചുടുന്നത്. പറഞ്ഞത് കേട്ട സ്ഥിതിയിൽ അല്ലാഹ് വിശപ്പ് മാറുന്നത് വരെ ചിലപ്പോ സഹിക്കുമായിരിക്കും. ശിക്ഷ ഉറപ്പാണല്ലോ. ഖലീഫയല്ലേ മോശക്കാരനായി അതേ മനുഷ്യനോട് തന്നെ പറഞ്ഞത്. ഇയാളെ കൈ പറച്ചു, റൊട്ടിയും പാത്രവും താഴെ വീടൂ. നിലത്തിരുന്ന് കരഞ്ഞിട്ട് അമീറുൽ മുഅ്മിനീനെ വിളിച്ചിട്ട് പറയുന്നു, അമീറുൽ മുഅ്മിനീൻ മാപ്പാക്കണേ, ആളറിയാതെ അബദ്ധം പറ്റിപ്പോയതാണ്, ആളറിയാതെ അബദ്ധം പറ്റിയതാണ്, ക്ഷമിക്കണേ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഈ രാജ്യത്തിന്റെ പ്രഥമ വനിതാ രാഷ്ട്രപതിയുടെ ഭാര്യ, പ്രസിഡന്റിന്റെ ഭാര്യ, രാജാവിന്റെ ഭാര്യയെ കൊണ്ട് പാവപ്പെട്ട ഏഴാങ്കൂലിയായ അറാബിയായ എന്റെ ഭാര്യക്ക് ഖിദ്മത്ത് ചെയ്യിപ്പിക്കുകയോ അവിടുത്തെ ഭാര്യയെ ഖൈമയിൽ നിന്ന് തിരിച്ചു വിളിക്കൂ. ഞാൻ എന്റെ ഭാര്യക്ക് ഖിദ്മത്ത് ചെയ്തോളാം. അല്ലാഹി നിങ്ങൾ എനിക്ക് റൊട്ടി ചുടരുത്. ആ റൊട്ടി ചുടാതെന്നാൻ എനിക്ക് ഇനി കഴിയില്ല. റൊട്ടി ഞാൻ ചുട്ടോളാം, നിങ്ങൾ എന്നെ ശിക്ഷിക്കാതെ വിട്ടാൽ മതി. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ എന്താണ്? യസ്തഖ്ബിലുൻ നാറ ഖൗഫൻ നാരി ഫീ ഗദീം والعين من خشيات سالت معقيها. അറാബിതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ മുമ്പിലുള്ള തീ ഇങ്ങനെ നോക്കിയിട്ട് നാളെ അള്ളാന്റെ മുമ്പിലുള്ള തീയെ പേടിച്ചുകൊണ്ട് അറാബിന്റെ മുമ്പിലെ തീ ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്നു. വകത്തഖല്ലല ഫീ അസ്നാഇ ലിഹ്യതിഹി മിൻഹ الدخان وفوه غاب فيها. താടിരോമത്തിലൂടെ വെണ്ണീരിങ്ങനെ പുകയിങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് താഴെ വീണ പാത്രവും റൊട്ടിയും എടുത്ത് ശരിയാക്കി പൊടി തട്ടിയിട്ട് അറാബിന്റെ കയ്യിൽ കൊടുത്തിട്ട് അയാളെ തോള് പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അറാബിയോട് പറയുന്നിരുന്ന് ഭക്ഷണം കഴിക്കൂ, നീ ഇത് കഴിക്കൂ, നീ വിഷമിക്കണ്ട മോനെ, കരയേണ്ടത് നീയല്ല ഞാനാണ്. ഞാനിങ്ങ് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു ഇൽഹാം, അള്ളാഹിന്റെ പ്രത്യേകമായ ഒരു തോന്നിപ്പിക്കൽ കൊണ്ട്, അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് ഇന്ന് വന്നത് കൊണ്ടല്ലേ. ഞാൻ ഇന്ന് എന്റെ വീട്ടിൽ തന്നെ കടന്നുറങ്ങിയിരുന്നെങ്കിൽ പാവപ്പെട്ട നീ വിശപ്പ് കൊണ്ട്, നീയും പ്രസവ വേദന കൊണ്ട് നിന്റെ ഭാര്യയും ഇവിടെ സങ്കടപ്പെട്ടു പോയാൽ എനിക്ക് എന്റെ റബ്ബ് അധികാരപ്പെടുത്തി തന്ന ഈ ലോകം, ഈ ഭൂമി മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫയായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമിയായി ആയിരക്കണക്കിന് പ്രഗത്ഭരായ കഴിവുള്ള സ്വഹാബികൾ ഉണ്ടായിരിക്കെ പാവപ്പെട്ട ഉമറിനെയാണ് അല്ലാഹു തആല അധികാരമേൽപ്പിച്ചത്. ഈ അധികാരം ഏറ്റെടുത്ത് ഞാൻ അവിടെ കറന്നുറങ്ങിയിട്ട് നീ കഷ്ടത്തിലായിരുന്നെങ്കിലും ഞാൻ എന്റെ റബ്ബിനോട് നാളെ എന്ത് സമാധാനം പറയുമെന്ന് ചിന്തിച്ച് കരയേണ്ടത് ഞാനല്ലേ പൊന്നുമോനെ, നീ കരയണ്ട സഹോദരാ, നീ കരയണ്ട സഹോദരാ, കരയണ്ട. ഒട്ടി പിന്നെയും ചുട്ടുകൊടുത്തു. അറാബിന്റെ ഭാര്യന്റെ എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്ന നിലക്ക് ശുശ്രൂഷ ഭാര്യ ചെയ്തു കൊടുത്തു. തിരിച്ചു പോകുന്ന സമയത്ത് അറാബിയോട് പറയുന്നു, സഹോദരാ ബാക്കി വന്ന സംഗതികൾ
ബാക്കി വന്ന സാധനങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ അറാബിയോട് പറയുന്ന, സഹോദരാ, നീ രാവിലെ നേരം വെളുത്താ വീട്ടിലേക്ക് പോയിക്കോ, നിനക്കും കുടുംബത്തിനും ആവശ്യമുള്ള റേഷൻ വീട്ടിലെത്താൻ സംവിധാനം ഏർപ്പെടുത്താം. അതും പറഞ്ഞിട്ട് ഭാര്യന്റെ കയ്യും പിടിച്ച് മദീനത്തെ പള്ളിയുടെ ഭാഗത്തേക്ക്, വീട്ടിന്റെ ഭാഗത്തേക്ക് മഹാനവറുകൾ തിരിച്ചു നടക്കുകയാണ്. മദീനത്തെ പള്ളിയുടെ അടുക്കലെത്തുമ്പോഴാണ് പള്ളിയിൽ നിന്നും മുഅദ്ദിൻ, ഉസ്താദിന്റെ മുഅദ്ദിനായ മഹാന്റെ ബാങ്ക്, അസ്സലാത്തു ഖൈറും മിനൻ നൗം, സുബ്ഹി ബാങ്ക് മദീനത്തെ പള്ളിയിൽ മുഴങ്ങുന്നു. ഉറക്കിനേക്കാൾ ഖൈർ നിസ്കാരമാണെന്ന് പള്ളിയിലെ മുഅദ്ദിൻ വിളിച്ചു പറയുന്നു. പക്ഷേ നേരം പുലരുന്നതുവരെ രാജ്യം ഭരിക്കുന്ന ഖലീഫ, സേവന തൽപരനായ ഖലീഫ, അല്ലാഹുവിനെയും അവന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്നേഹിച്ചനുസരിച്ച മഹാനായ ഖലീഫ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ആ പ്രസിഡന്റിന്റെ ഭാര്യ, രാജ്യത്തിന്റെ പ്രഥമ വനിത, പാതിരാ സമയം മുതൽ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. മഹാനവറുകളും ബീവിയെ വീട്ടിലേക്ക് അയച്ചു. മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നു. പള്ളിയിലെത്തി സുന്നത്ത് നിസ്കരിച്ചു, ഇഖാമത്ത് കൊടുത്തു. ഇമാമത്തിന് വേണ്ടി മിഹ്റാബിലേക്ക് അങ്ങ് കയറി നിൽക്കുമ്പോൾ താടിരോമത്തിൽ ഇങ്ങനെ വെണ്ണീര് കാണുന്നു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ചോദിക്കുന്ന, അമീറുൽ മുഅ്മിനീൻ, മുഖത്തും അതാ താടിരോമത്തിലൊക്കെ വെണ്ണീരിന്റെ പൊടി കാണുന്നുവല്ലോ, രാത്രി എന്തായിരുന്നു അടുക്കളയിൽ പരിപാടി എന്ന് ചോദിക്കുമ്പോഴാണ്, സഹോദരങ്ങളെ, ഈ നിശയുടെ നിശബ്ദതയിൽ പാതിരാ സമയത്തിൽ ലോക മനസാക്ഷി ഉണർത്തുന്ന ഏറ്റവും വലിയ സാന്ത്വനത്തിന്റെ, സേവനത്തിന്റെ, ഖൈറിന്റെ, അനുസരണയുടെ, നന്മയുടെ വഴികൾ തുറക്കുന്ന മഹാനായ ഖലീഫയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായത്. അവരെന്തിനാണത് പ്രവർത്തിച്ചത്? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത റഹ്മത്തിന്റെ മനസ്സുള്ളത് കൊണ്ടാണ്, അല്ലാഹുവിനെ അനുസരിക്കണമെന്ന ബോധമുള്ളത് കൊണ്ടാണ്, നാളെ ആഖിറത്തിൽ വിജയിക്കാനുള്ള ചിന്ത കൊണ്ടാണ്. അല്ലാഹുവിനെയും അവന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുസരിക്കുന്നവർ ഫഖദ് ഫാസ ഫൗസൻ അളീമാ, അവരേറ്റവും ഉന്നതമായ വിജയം കൈവരിച്ചവരാണ്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നിസ്കരിക്കണേ, ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതണേ, ചുരുങ്ങിയത്. അതേ സമയത്ത് ഖൽബുൽ ഖുർആൻ സൂറത്ത് യാസീൻ എല്ലാ ദിവസവും പാരായണം ചെയ്യണേ. സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും പാരായണം ചെയ്യണേ. സൂറത്തുൽ മുൽക്ക് ആകെ 2 പേജ്, 2.5-3 മിനിറ്റ് എല്ലാ ദിവസവും പതിവാക്കണേ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അതിന്റെ പുറമെ ഖത്ം ഓതുന്ന നിലക്ക് ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരല്പമെങ്കിലും ഖുർആൻ ഓതണേ. നാവുള്ളത് കൊണ്ടാണ്, സംസാരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, മിനിയാന്ന് ക്ലാസ് എടുത്ത ആളോട് നിങ്ങൾ ഖുർആൻ ഓതണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒന്ന് ഞാൻ അവരോട് പറഞ്ഞു, അവർ തക്ബീർ ചൊല്ലിയ ഒരു വിഷയം അതാണ്. ഞാൻ അവരോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ കഴിയില്ല, പക്ഷേ നിങ്ങൾക്കൊന്ന് കഴിയും. വുളൂ ചെയ്തിട്ട് പരിശുദ്ധ ഖുർആൻ എടുത്ത് ആ ഖുർആൻ നിങ്ങൾക്ക് നോക്കാൻ കഴിയും. നിങ്ങൾ ആ ഖുർആനിന്റെ താളുകളിലേക്ക് വെറുതെ നോക്കിയാൽ ഓതാൻ അവർക്ക് കഴിയില്ല. ആരെങ്കിലും ഓതിക്കൊടുത്താൽ കേൾക്കാനും അവർക്ക് കഴിയില്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വെറുതെ ഖുർആൻ എടുത്തിട്ട് ഒന്നിരുന്ന് വുളൂ ചെയ്തിട്ട് പരിശുദ്ധ ഖുർആൻ ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചാൽ, പരിശുദ്ധ ഖുർആൻ നിങ്ങളെ ചുണ്ടിലേക്ക് നിങ്ങളൊന്ന് ചേർത്ത് വെച്ചാൽ, പരിശുദ്ധ ഖുർആൻ നിങ്ങളെ കണ്ണിലേക്ക് നിങ്ങളൊന്ന് ചേർത്ത് വെച്ചാൽ, കാതുകൊണ്ട് കേട്ടിട്ട് നാവുകൊണ്ട് സംസാരിക്കുന്ന ഖുർആൻ ഓതുന്നവനേക്കാൾ അല്ലാഹു തആല നിങ്ങൾക്ക് പ്രതിഫലം തന്നേക്കും. നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു തക്ബീർ അവർ ചൊല്ലിയത്. ഞാൻ പറയുന്നത്, അല്ലാഹു തആല തന്ന സൗഭാഗ്യത്തിന് നന്ദിയുള്ളവരാകണം. ഖൈറായത് മാത്രമേ കണ്ണുകൊണ്ട് കാണാവൂ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഖൈറായത് മാത്രമേ നാവുകൊണ്ട് ഉരിയാടാവൂ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ.
ഖൈറായത് മാത്രമേ കാതിലൂടെ കേൾക്കാവൂ. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. എന്തും എഴുതിവിടാൻ പറ്റുന്ന കാലമാണ്. അത് ആലിമീങ്ങളായാലും അല്ലാത്തവരായാലും തങ്ങന്മാരായാലും കമ്മിറ്റിക്കാരായാലും നാട്ടുകാരായാലും ഒരേ കൂട്ടുകാരായാലും കച്ചവടക്കാരായാലും അങ്ങനെ വിടലെന്നെ ഇല്ല. സൂക്ഷ്മത വേണേ. അള്ളാഹു ചോദിക്കും, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമുക്ക് ഖൈർ നൽകട്ടെ. എല്ലാവരും എഴുന്നേൽക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അഹ്മദുല്ലാഹൽ വലി സ്വല്ലാ അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരി മുൻജലി യാ സയ്യിദി ഖൈറൻ നബി തൗബത്തുൻ ത്വലബ്തു മിൻക യാ ശഫീഅൽ മുദ്നിബീൻ ثوبي طاهر عن سواك سيدي خير النبي صل لا إله إلا الله